1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56 800120. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പം നമുക്ക് ഹരി പത്തനാപുരത്തിൽ തുടങ്ങാൻ തോന്നുന്നു. ഹരി മൊത്തം കലാകാരന്മാരായിരിക്കുന്നത്. കേരളത്തിൽ സ്റ്റേജ് പിടിക്കേണ്ട ആൾക്കാരായി അടുത്ത കൊല്ലവും. അതെ, എങ്ങനെയാ ഇവരുടെ ഒരു അവസ്ഥ? ഈ ഫ്ലവേഴ്സിൽ വന്ന് ഓണം ആഘോഷിക്കുമ്പോൾ ഞാൻ കേട്ടേക്കുന്നത് പിന്നീട് ഫ്ലവേഴ്സ് ഇവരെ എങ്ങും വിടത്തില്ല, ഇവിടെ തന്നെ പ്രോഗ്രാംസ് കൊടുത്ത് പിടിച്ചു നിർത്താനാണ് പതിവ്. ഇല്ല, തൊലക്കത്തില്ല, നന്നാക്കുന്നവരാണ്. ഒന്ന് കയ്യടി, നിങ്ങൾ പ്രോഗ്രാം കിട്ടണമെന്നാണ് പറഞ്ഞത്. അപ്പൊ എന്നെയും വിടത്തില്ലെന്നുള്ളതാണ് എന്റെ ഒരു ജ്യോതിഷപരമായ പ്രതീക്ഷ. അപ്പോ എപ്പോഴെങ്കിലും ആര് വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ? അതല്ലേ നടന്നിട്ടുള്ളൂ, ഇവിടെ വന്നിരുന്നില്ലേ. ഡോക്ടർക്ക് ചൊറി പിടിക്കുന്ന കാലമാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. സ്വന്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ എപ്പോഴും നടപ്പാവുന്നുണ്ടോ? നടപ്പാവുന്നതുകൊണ്ടാണല്ലോ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കാൻ വേണ്ടി പറ്റിയത്. ഇതിപ്പോ സീസൺ ആണോ ഹരിയുടെ? ചിങ്ങമാസം സീസണാ അല്ലേ? സീസൺ എന്ന് പറഞ്ഞാൽ കല്യാണങ്ങളുടെ സീസൺ. നമുക്ക് എപ്പോഴാ ഒരു സീസൺ? മനുഷ്യനെല്ലാം നാശം വരുമ്പോഴാണോ? അല്ല, അങ്ങനെ എപ്പോഴും സീസണാണ്. എപ്പോ മനുഷ്യന് ടെൻഷൻ ഉണ്ടാകുന്നോ അപ്പോഴെല്ലാം ജ്യോതിഷികൾക്ക് അവരുടെ സീസണാണ്. ഞാൻ കേട്ടുള്ളത് മനോഹരമായ കഥകൾ പറഞ്ഞ് വരുന്ന ക്ലയൻസിനെയും കസ്റ്റമേഴ്സിനെയും നന്നായി കൈകാര്യം ചെയ്യാൻ ആയിരിക്കും ഒരു പ്രത്യേക ബിരുദമുണ്ടെന്നാണ്. അങ്ങനെയാണോ? കഥകളല്ല, ഒരാൾക്ക് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ലത് വരുന്നതിന് വേണ്ടി സപ്പോർട്ടീവായിട്ടൊരു നടന്ന സംഭവങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് പുനരാവിഷ്കരിക്കുക. അതെ, നസീർ സംക്രാന്തിക്ക് എന്തോ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ ഈ ഹരി പത്തനാപുരത്തിനെ. തീർച്ചയായിട്ടും. കാര്യം ഓരോ ഓണത്തിന് ഓടി നടന്നുണ്ടാക്കിയ പൈസ ജോത്സ്യം കാരണം ഇല്ലാതായ ഒരാളാണ് ഞാൻ. ജോത്സ്യം എന്ന് പറയുന്ന ആ കാരണം കൊണ്ട് ഇല്ലാതായ ഒരാളാണ്. കാര്യം 3-4 ദിവസം അടുപ്പിച്ച് അന്നത്തെ കാലത്തൊക്കെ ചെറിയ പൈസ ഉള്ളല്ലോ. ഒരു 10,500 രൂപ വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ വൈഫ് ഒരു 10-25-30 വർഷം മുമ്പുള്ള കാര്യം. അപ്പൊ ഈ 1,500 രൂപ വീട്ടിലുണ്ട് ഓൾറെഡി. അപ്പൊ ആ വഴി ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ അന്ന് ജോത്സ്യന്മാർ ഈ കിളിയെ വെച്ച് ചീട്ടടിപ്പിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നവരാണ്. അങ്ങനെ വന്ന് കിളിയെ കൊണ്ട് വൈഫ് വിളിച്ച് കൈ നോക്കിച്ചിട്ട് പറഞ്ഞു ഒരു കാർഡ് എടുക്കാനായിട്ട് തത്തയോട് പറഞ്ഞു. തത്ത വന്ന് കാർഡ് എടുത്തിട്ടപ്പോൾ അതിൻ്റെ അകത്തെ പടം ഒരു സർപ്പത്തിൻ്റെ പടമാണ്. പാമ്പിനെ കണ്ടപ്പോൾ പറഞ്ഞു ജോത്സ്യൻ വൈഫിനോട് പറഞ്ഞു നിങ്ങൾക്ക് എന്നാ നാഗത്തിൻ്റെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞു. അതല്ലേ പറയുന്നത്, നാഗകോപം. പിന്നെ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ വീട്ടിലെ. കാരണവരാരാണ്, അതായത് ആ വീട്ടിൽ കാരണവർ ഞാനാണ്. അപ്പം മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിനുള്ള പ്രതിവിധി ചെയ്യണമെന്നും പറഞ്ഞ് അങ്ങനെ വൈഫിനെ കരയിപ്പിച്ചിട്ട് പറഞ്ഞ പ്രതിവിധി എന്ന് പറഞ്ഞാൽ വീടിൻ്റെ 4 മൂലയ്ക്കൊന്ന് മണ്ണ് വാരിയെടുത്തിട്ട് അത് വെളുപ്പിനെ 4 മണിക്ക് ആരും കാണാതെ പുഴയിൽ കൊണ്ട് ഒഴുക്കണം. അപ്പം ഞാൻ പിറ്റേ ദിവസത്തെ പരിപാടി കഴിഞ്ഞ് ചെന്നപ്പോൾ വൈഫ് ഭയങ്കരമായിട്ട് കരഞ്ഞിരിക്കുന്ന ഓണത്തിൻ്റെ ഒരു സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല, പച്ചക്കറി ഒന്നും വാങ്ങിച്ചില്ല. കാര്യം 1,500 അയാൾ കൊണ്ടുപോയി. അയാൾക്ക് 1,500 രൂപ കൊടുത്തു, അത് കൊണ്ടുപോയി. ചേട്ടൻ്റെ നല്ല സമയം 1,500 പോയുള്ളൂ, സാധാരണ 35,000. അല്ല, അതുകൊണ്ട് ഓണം കൂടാൻ റേഞ്ച് വേറെയാ. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്തു. വെളുപ്പിനെ 4 മണിക്ക് ഞാൻ ഈ വീടിന്റെ 4 മൂലന്ന് മണ്ണ് വാരിയിട്ട് രാത്രി ഇറങ്ങി നടക്കാൻ പേടിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് വെളുപ്പിനെ 4 മണി എനിക്ക് പേടിയാ, ഇപ്പോഴും പേടിയാ. 4 മണിക്ക് പോയി പുഴയെ കൊണ്ട് ഈ മണ്ണ് ഒഴുക്കി. ഇതില് ഈ സംക്രാന്തി ചേട്ടാ അത് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു അപകടം, പിറ്റേ ദിവസം പോലെ എന്ത് സംഭവിച്ചാലും ഭാര്യ ഇതാണെന്ന് ചിന്തിക്കും, ഇതാന്ന് പറയും, സമാധാനം കിട്ടത്തില്ല. ഇത്രയല്ലേ ഉള്ളൂ. ഒരു അമ്മ ഒരു ഭർത്താവ് മരിച്ചു പോയപ്പോ ഒരു ആസ്ട്രോളജറെ കണ്ടപ്പോൾ അയാൾ പറഞ്ഞു ഭർത്താവിന്റെ ആത്മാവ് എടുക്കാൻ യമൻ വന്നപ്പോ യമന്റെ ദണ്ട് മറന്നു വെച്ചിട്ട് പോയി, ഇനി ഈ ദണ്ട് എടുക്കാൻ യമൻ വരുമ്പോ ഒരു മോനെ കൂടെ കൊന്നു കൊണ്ടുപോകുന്നത്. പൂജ. അപ്പൊ ഞാൻ പറഞ്ഞ സംക്രാന്തി ചേട്ടൻ ഇത്രയല്ലേ ഉണ്ടായുള്ളൂ, 1,500 രൂപയുടെ കാര്യം. യമൻ വന്നിട്ട് വെറുതെ വരത്തില്ല, ഒരു സാമ്പിൾ വെടിക്കെട്ടിന് കൊച്ചിനെ കൊണ്ടുപോകും അല്ലേ? ഏലൂർ ജോർജ്, എങ്ങനെയുണ്ട് കാര്യം? നന്നായിട്ട് പോകുന്നു സാർ. ഈ ഓണം ഈ പ്രോഗ്രാം സാറിന്റെ ഈ പരിപാടിയും തമ്മിൽ ഭയങ്കര സാമ്യയോട് എനിക്ക് തോന്നുന്നത്. അതെന്ത് പറ്റി? മഹാബലി തമ്പുരാൻ വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാൻ വരുന്നു, ക്ഷേമം അന്വേഷിക്കാൻ. സാറ് വർഷത്തിലൊരിക്കൽ ഞങ്ങളുടെ മിമിക്രിക്കാരോട് ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി വരുന്നു. നിങ്ങളൊക്കെ ഉണ്ട്, നാട്ടുകാർ അറിയുന്നുണ്ട്. അതെ അതെ അതെ, അതിന് സാമ്യമുണ്ട്. സാറിനോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ? എല്ലാം ഗണിച്ചു നോക്കിയല്ലേ പറയുന്നത്? ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ഗണിച്ചു നോക്കി പറഞ്ഞിട്ടില്ല ഞങ്ങള്. അല്ല, അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അതിപ്പോ 2-3 മാസമായിട്ട് ഞാൻ ശ്രീകണ്ഠ സാറിനെ ഫോണിൽ വിളിക്കുന്നു, സാർ എടുക്കുന്നില്ല, എന്താ കാരണം എന്നൊന്ന് പറയാമോ? ശരിക്കും ഇപ്പൊ അടിച്ചു നോക്ക്, എന്തോ പേരടിച്ചിട്ടേക്കില്ലേ നോക്ക്, ശല്യം വല്ലോ ആണെങ്കിൽ. സാറേ അത് സാറൊന്ന് പറ, എന്താണ് സാറേ? ഏലൂർ ജോർജ് വല്ല നമ്പർ വല്ലതും മാറ്റിയോ? ഇല്ല, ഞാൻ എന്റെ നമ്പർ പഴയ നമ്പർ തന്നെയാണ്. ജോർജ് ഏട്ടന്റെ ഫോൺ ഇനി എടുത്തില്ലെങ്കിൽ
വലിയ ചില പ്രതിസന്ധികൾ താങ്കളെ കാത്തിരിക്കുന്നുണ്ട്. ഉറപ്പാണോ? ചേട്ടാ കയ്യിലുള്ളതൊക്കെ പഴയ നമ്പർ ആയതുകൊണ്ടാണ് വിളിക്കാത്തത്. അതായിരിക്കും. സാറിന് ഇപ്പോഴും പഴയ നമ്പർ ഇഷ്ടം, പുതിയ നമ്പർ സാറിന് ഇഷ്ടമല്ല. എനിക്ക് ജോർജ് പുതിയ നമ്പർ വല്ലതും ഉണ്ടോ കയ്യിൽ? ഇഷ്ടംമാരെ നമ്പർ ഉണ്ട്, നമുക്ക് വരാൻ തുടരും സിനിമയ്ക്ക് എന്തോ ഒരു പാരഡി അടിച്ചോ? അടിച്ചു. അതൊന്ന് താർത്താലോ? ഇപ്പൊ പറയണോ? ഇപ്പൊ പറയാം. എന്തോ ആയിക്കോട്ടെ. 36 വർഷമായടാ ബെൻസേ ഞാൻ മിമിക്രിയിലെ. ഇതിനിടയിലെ പുറത്തറിഞ്ഞതും അറിയാത്തതുമായ പല മാട്ടപരിപാടികളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊന്നും എനിക്കൊരു റിഹേഴ്സലും ഇല്ലടാ. 2 വർഷം കഴിഞ്ഞ് ഞാൻ മിമിക്രിയിൽ നിന്ന് റിട്ടയർഡായി അസോസിയേഷൻ്റെ പെൻഷനും വാങ്ങി ഞാൻ വീട്ടിലിരുന്നാലും ഈ ജോർജ് സാർ പഴയ ജോർജ് സാർ തന്നെയാടാ. നിങ്ങൾ ആരെയാടാ ഈ പേടിപ്പിക്കണത്? എന്നെ നിങ്ങളെ കാണാൻ ഞാനിവിടെ വന്നിട്ടുണ്ടേ. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും തബല വായിക്കുന്നുണ്ടേ. ഞാൻ ഇനിയും കുറെ അനിയാറുണ്ട് അനിയന്മാരെ. ഇതെന്റെ കഥയാടാ. ഈ കഥയിലെ നായകൻ ഈ ഏലൂർ ജോർജാടാ. ഏലൂർ ജോർജ് ഇനിയും തുടരും. എനിക്ക് ജ്യോതിഷത്തിൽ ഭയങ്കര വിശ്വാസമായ 37,000 രൂപ പോയോ? ഇല്ല. പെങ്ങടെ കൊച്ചിന്റെ തലക്കുറി ശരിയാക്കാനായിട്ട് ഒരു സ്ഥലത്ത് ചെന്നപ്പോ ഞാൻ ഇങ്ങനെ നിൽക്കുക. ഈ ഇരിക്കുന്ന ആള് ഇങ്ങനെ എന്നെ ഇടയ്ക്ക് നോക്കും. വീണ്ടും പുള്ളി ഓരോന്ന് അളിയനോട് ചോദിക്കും. വീണ്ടും ചോദിക്കും അതാരാ? അത് ഞാൻ മിമിക്രി ആഗ്രഹം മാത്രമേ മനസ്സിലുള്ളൂ. അപ്പം ഞാൻ പുള്ളിനെങ്ങ് വിളിക്ക് എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ വന്ന് അവിടെ ഇരുന്നു. എന്താ പേര്? എൻ്റെ ഒരു ബിനു. ഭയങ്കര മിമിക്രി ആർട്ടിസ്റ്റാണെന്നാണ് ഞാൻ പറയണത് പുള്ളിയോട്. പുള്ളിക്ക് എന്നെ അറിയാനൊന്നും പാടില്ല. അത് എൻ്റെ പുള്ളി പറഞ്ഞു, നിങ്ങൾ വലിയ കലാകാരനാകും, ഇഷ്ടം പോലെ പറന്ന് നടക്കുമെന്ന്. പറഞ്ഞ പോലെ തന്നെ ഞാൻ എയറിലായി. ഇതുവരെ താഴെ തറയിലിറങ്ങാൻ പറ്റില്ല. അപ്പൊ അതിലെനിക്ക് ജ്യോതിഷം ഭയങ്കര. മാത്രമല്ല എനിക്ക് തോന്നുന്നത് അതിനകത്ത് അടിമാലി ഒരു ചരിത്രമാണ്. കാര്യം ബിനു സാധാരണ ഇപ്പോഴത്തെ ഒരു എയറിലെ കയറ്റം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബീന ആന്റണി ഒന്ന് കയറ്റി ഇറക്കും. 2-3 ദിവസമേ ഉള്ളൂ. അടിമാലിയുടെ ഒരു കാലമേ ഇല്ല. ഞാൻ ഇറങ്ങാൻ വരുമ്പോ അടുത്തവർ കുത്തി വെള്ളേക്ക് വിടുക. ഇപ്പൊ എന്താ നമ്മൾ പിടിച്ചിറക്കേണ്ട അവസ്ഥയായി. ഇപ്പൊ കുറച്ച് ചേട്ടന്മാർ ചെയ്യുന്ന ഒരു പരിപാടി ഞാൻ പറയാം. സോഷ്യൽ മീഡിയയിലേക്ക് ഈ കൂലിത്തല്ലിയരെ ഇറക്കിയിട്ടുണ്ട്. അതായത് ഇവര് 10 പേരെ ശമ്പളം കൂടി തിരുത്തിയിരിക്കുക. ഇവരുടെ രാവിലെ എഴുന്നേറ്റുള്ള പരിപാടി ജീവ എന്ന് പറഞ്ഞാൽ ജീവയ്ക്ക് അടുത്ത കാലത്തായിട്ട് നല്ല സമയമല്ല, ഈ ജീവയാണ് മറ്റേ ജീവ എന്ന് പറഞ്ഞ് എഴുതി പിടിപ്പിക്കുക. 10 ദിവസം ആകുമ്പോഴത്തെ ജീവ ഒരു പരിവാവും. എന്തെങ്കിലും കേട്ടാലും വിശ്വസിക്കണ്ട. ജീവൻ ഈ ബട്ടണൊക്കെ തട്ടി സ്റ്റീൽ ബോഡിയൊക്കെ നാട്ടുകാരെ കാണിച്ചിരിക്കുന്നത്. ഓണമല്ലേ? പത്തനാപുരം രക്ഷപ്പെടുവോ? പറഞ്ഞോട്. അതെ, എന്റെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ടൊരു ചാനലിലേക്ക്. മാവേലിക്കര. അവിടുന്ന് പത്തനാപുരത്തിന് എത്ര ദൂരമുണ്ട്? പത്തനാപുരത്ത് അടൂരിൽ നിന്ന് അടുത്തല്ലേ? 1.5 മണിക്കൂറത്തെ യാത്രയുള്ളൂ. അപ്പൊ ഞാനവിടെ എറണാകുളത്ത് വരുന്ന സമയത്ത് ആദ്യമായിട്ട് വർക്ക് ചെയ്ത ചാനൽ വെച്ചാണ് ഹരിചേട്ടനെ പരിചയപ്പെടുന്നത്. ചാനലിന്റെ പേര് പറഞ്ഞു? സൂര്യ ടിവിയിൽ വിജി കണ്ടത്. അവിടെ വെച്ചാണ് കണ്ടത്. നിങ്ങൾ വരുന്ന പ്രമാണിച്ച് പുള്ളി അവിടെ എത്തിയതാണോ? അല്ല, ഹരിചേട്ടൻ വർഷങ്ങളായിട്ട് അവിടെ തുരുമ്പെടുത്തിരിക്കുവായിരുന്നു. പുള്ളി അവിടെ കയറിയിട്ട് ഇനി ഒരു കാര്യം ചെയ്യും, കാണുക സൂര്യ TV രാത്രി 8:30. അതുകൂടെ പറഞ്ഞു. ഈ ഫ്ലവേഴ്സ് ഇരുന്നോണ്ടായി പറയുന്നേ. ഫ്ലവേഴ്സിന്റെ പേര് പറയും. നമ്മുടെ യാത്ര ഫ്ലവേഴ്സിലേ ഉള്ളൂ. പിന്നെ ലോകത്തൊരു TV ചാനലില്ല കേട്ടോ ധൈര്യത്തോടെ മറ്റൊരു ചാനലിന്റെ പേര് പറയാം. അത് സത്യം. കാര്യം നമ്മൾ ഒരുപാട് ഷോസ് ചെയ്യുമ്പോൾ ചാനലിന്റെ പേര് പറയാൻ പ്രശ്നമാണ്. ഇവിടെ മാത്രം അത് ചാനൽ പറഞ്ഞു എന്ന് തന്നെ. അല്ല, സാധാരണ പറഞ്ഞാലും ഉണ്ടല്ലേ, എഡിറ്റിംഗ് ചെല്ലുമ്പോൾ കത്തിരി വെച്ച് കട്ട് ചെയ്തോളൂ. അപ്പൊ നമ്മുടെ എഡിറ്റർ അഥവാ ഉണ്ടല്ലോ 2 ചാനലിന്റെ പേര് പറയുമ്പോൾ അത് എവിടുന്നെങ്കിലും എടുത്ത് അവിടെ ഇടും. അങ്ങനെയുണ്ട്. ഏത് ചാനലിനെ കുറിച്ചും പറയാൻ പറ്റാത്ത വേറെ പറയും അങ്ങനെ പറയുന്ന ഒരു ചാനലുണ്ട്. ബിനു അടിമാലി യൂട്യൂബ് ചാനൽ. ഒന്ന് താഴേക്ക് വരുവാ വിരിച്ചേട്ടാ. അല്ല, മനസ്സിലായില്ലേ? ഓണത്തിന്റെ ഇടയിൽ മുട്ടുകച്ചവടം ഒരു പ്രചാരണം കൊടുത്താ ഇന്നോട്ട്. ആ ജീവൻ എന്നെ പോയിട്ട് പറയാൻ വന്നപ്പോ അത് കയറി ഇടപെട്ടിട്ട്. ഇല്ല, വിട്ടു. ഞങ്ങള് കുറെ യാത്ര ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പത്തനാപുരം കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരുപാട് പത്തനാപുരത്തിനൊപ്പം യാത്ര ചെയ്ത ആദ്യത്തെ ആളാണ്. അതെ, എനിക്കൊന്നും ഒന്നിലധികം യാത്ര. എനിക്ക് അതിനുള്ള ക്ഷമയുണ്ടായിരുന്നു. എനിക്കതില്ല, ഞാൻ വളർന്നു വരുന്നതിലുള്ള ജീവയുടെ ക്ഷമയേക്കാൾ ഞാൻ ഹരിയുടെ ക്ഷമയാണ് ആലോചിച്ചത്. അതുകൊണ്ടായിരുന്നു. ഈ കുറച്ചു മുമ്പ് കല്യാണം കഴിക്കാൻ വന്ന ഒരു പയ്യനോടേ ഞാൻ പറഞ്ഞു, കല്യാണം കഴിച്ചോളൂ, ജീവയുടെ കല്യാണ ജീവിതം കണ്ടിട്ട് അതാണെന്ന് ചിന്തിച്ച് കല്യാണം കഴിക്കരുതെന്ന് പറഞ്ഞു. എന്താ കാര്യം? ജീവയ്ക്ക് ഇണക്കി കൊടുത്ത ഹരിയാണ്. അവര് പ്രണയിച്ച് നടക്കില്ല, അവർ പ്രണയം കണ്ട ആളാണ് ഞാൻ. അപ്പൊ അവരിപ്പോഴും അതേ പ്രണയം. എനിക്കൊരു മനസ്സിലായി, ഹരിക്ക് മറ്റേ പരിപാടി ഇല്ലെന്ന്. കാര്യം എപ്പോഴും ആൾക്കാരുടെ പ്രണയം കൊണ്ട് കിടക്കുക. ഈ പ്രണയം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ദമ്പതികളിൽ ഒന്നാണ് ജീവയും ജീവയുടെ ഭാര്യ. പറയുന്നല്ലേ? അല്ലല്ല, ഹരി വിവാഹിതനാണോ? പിന്നെ 2 പിള്ളേരും ഉണ്ട്.
അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ ഈ കള്ളത്തരം പറയുന്നുള്ളത്? ഈ ഹരി പറഞ്ഞതൊക്കെ സാക്ഷ്യപ്പെടുത്താൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇപ്പോഴും നിങ്ങൾ പ്രണയിച്ച് നടക്കുകയെന്ന് പറയുന്നത് അങ്ങനെയും പറയണം. അങ്ങനെയും അവര് ഓണമായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സാധാരണ മിക്കവാറുള്ള എപ്പിസോഡൊന്നും കാണുന്നില്ല. ചില എങ്ങാനും ഇത് കണ്ടാലോ. നമ്മുടെ ഹരിജിനെ കുറിച്ചേ എനിക്ക് ഒരു കാര്യം പറയണം. പേര് മാറ്റിക്കോ, ജ്യോതിഷത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം. അല്ല ഇത് പറഞ്ഞു വന്നപ്പോ ഒരു കാര്യം പറയണ്ടേ. അപ്പൊ ഞങ്ങളും ഇതുപോലെ ഒരു സൂര്യയുടെ ഒരു ഷോയ്ക്കാണ് ഞങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അതിനുശേഷമാണ് ഞാൻ ഇദ്ദേഹത്തെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിനോട് സംസാരിച്ച് വരുമ്പോഴേ നമ്മൾ മറ്റുള്ളവരെ ഈ ജ്യോതിഷികൾക്ക് സംസാരിക്കുന്ന പോലെ അല്ല. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പരിഹാരം പറയുന്നുണ്ട്, അതൊന്നും ചെയ്യണ്ട, നമ്മളെ അതിൽ നിന്നൊക്കെ മാറ്റി. ലവ് മാരേജസിനെ കുറെ സപ്പോർട്ട് ചെയ്യും ഹരിച്ചേട്ടൻ. പക്ഷെ എന്റെ ഒരു കേസായിട്ട് ഞാൻ വരാം, വീട്ടുകാരെയും കുട്ടി അപ്പൊ സപ്പോർട്ട് ചെയ്താൽ മതി. എവിടെ ഒരു കുറ്റിയും കൊളുത്തും പറഞ്ഞു വന്നു അല്ലേ ബീന? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടും. നമ്പർ നല്ലൊരു ഓണ ദിവസമായിട്ട് വേണമെങ്കിൽ ഒരു കോള് കൊടുത്തു. യോഗ്യരായ ആളുകളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഇല്ല പ്രേമിച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കണ്ടേ. നല്ല സ്നേഹവും നല്ല കെയറിംഗ് ഒക്കെ. 24 മണിക്കൂർ സ്നേഹിക്കണോ? വേണ്ട സാർ, വേണ്ട. പേഴ്സണൽ സ്പേസ് ഇസ് വെരി. കുറച്ച് ബ്രേക്ക് ഇടാൻ പറ്റൂ. ഞാൻ പറയാം, ജീവചേട്ടന്റെ ഒക്കെ ആ ഒരു വൈബ് വേണം, ഡ്രീമി ലൈഫ് പോലെ. അങ്ങനെ നല്ല അപർണ ചേച്ചി. അല്ല, അപർണ ചേച്ചി ഇപ്പൊ വീട്ടിലിരുന്ന് ആലോചിക്കുകയായിരിക്കും എന്റെ ഒരവസ്ഥ. ഓണമായിട്ട് എങ്ങനെയാ കാര്യങ്ങളൊക്കെ? അടിപൊളിയായിട്ട് പോകും, കുഴപ്പമൊന്നുമില്ല. ജീവിതമൊക്കെ എങ്ങനെ? ഹാപ്പിയാണ്. ഈ കഴിഞ്ഞ ഓണത്തിന് നമ്മൾ കണ്ടുമുട്ടി, പിന്നെ ഈ ഓണത്തിന് നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. കണ്ടുമുട്ടുന്നതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല, സംഭവിക്കാൻ സാറിനെ എല്ലാ ദിവസവും കാണുന്നുണ്ട്. ഫസ്റ്റ് ന്യൂസ് വെക്കുന്ന എന്റെ മമ്മി പ്രത്യേക അന്വേഷണം പറയാൻ പറഞ്ഞു. മമ്മിയുടെ അന്വേഷണം പറയണം. ഞങ്ങൾ പഴയ ലോഹിക്കാരാ. മമ്മി പറയും 24 വെക്കി ന്യൂസ് എന്ന് പറഞ്ഞു. മണികണ്ഠൻ സാർ. മണികണ്ഠൻ നന്നായിരിക്കട്ടെ. അവള് പറഞ്ഞു കേട്ടോ, മമ്മി പറയാറുണ്ട് 25 വെക്കടിന്ന്. മണി പോലെ കണ്ടമുള്ള ആൾ അന്വേഷിച്ചെന്ന് പറഞ്ഞാൽ മതി. തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങോട്ട് എന്നെയാണ് കൂടുതൽ ഇൻട്രസ്റ്റ്. മമ്മി ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആരോഗ്യ പ്രശ്നം കൊണ്ടാണ്, വേറെ ഒന്നും. ഇത്രയും മകൾക്കും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? ഉണ്ട്, തുടങ്ങിയിട്ടുണ്ട്. നന്നായി. ഇവള് വൈകുന്നേരം ഒരു വീട്ടില് ഒരു 6 മണി 7 മണിക്ക് 8 മണിക്ക് ചെന്ന് ഓർത്തോ. പിന്നെ തെസ്നിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴും കുഴമ്പ് മമ്മി, വയ്യ മമ്മി, ചൂടുള്ള മമ്മി, തല തിരുമ്മിത്താതെ. പക്ഷെ നമ്മള് ഒന്ന് മേക്കപ്പ് ഇട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയ കുഴമ്പിന്റെ അംശമുണ്ട്, അതുകൊണ്ട്. അടിപൊളിയായിട്ട് പോണു സാറേ. കെട്ടിയും കൂടെ തന്നെ ഉണ്ടല്ലോ? ഇപ്പോഴും പാടാൻ കൂടെ ഉണ്ടല്ലോ? തീർച്ചയായും. കഴിഞ്ഞ 1 വർഷം പുള്ളിയുടെ ആക്രമണം ഒന്ന് വിലയിരുത്തിയാൽ എങ്ങനെ ഉണ്ടാവും? ബാലൻസ് ഷീറ്റ് കുഴപ്പമാണോ? അയ്യോ, മനോഹരനെ പറ്റി അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പൊ ഒരു ഉദാഹരണം കേൾക്കാം. ഉദാഹരണം ഇപ്പൊ കേൾക്കും പറയും. ഈ പുള്ളിക്കാരി വന്നപ്പോ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല. ഇല്ല, ഈ പ്രോഗ്രാമിന് വരാൻ ബാഗ് മാറിപ്പോയി. വരുന്നപ്പോ ഹസ്ബൻഡിന് ബാഗ് മാറിപ്പോയി. വിത്തിൻ സെക്കൻഡ് കൊണ്ടാണ് ഇത്രയും സെറ്റപ്പ് ചെയ്ത് കൊടുത്തത് ഹസ്ബൻഡ്. അതൊരു ഒന്നൊന്നര ഭർത്താവാകട്ടോ. ഒന്ന് മനോഹരനെ കൈത്തറിയിലാണ് ജോലി. കൈത്തറിയല്ല, കടയില്. ഞാനും ചേച്ചിയാണ് ഒരു റൂമിൽ റെഡി ആയി കൊണ്ടുവന്നത്. ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു സാരി മറന്നുപോയി എന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടൻ പോയിണ്ടെന്ന് പറഞ്ഞു. ചേട്ടൻ 2 എണ്ണം വാങ്ങിക്കൊണ്ടുവന്നു. ഒരു സെറ്റ് മുണ്ട്, ഒരു സാരി വാങ്ങിക്കൊണ്ടുവന്നു. ഇത് മൂപ്പത്തിക്ക് ഇഷ്ടായില്ല. അത് കഴിഞ്ഞിട്ട് എന്റെ കയ്യിലുള്ള കമ്മലൊക്കെ എടുത്തിട്ട് പറഞ്ഞു ഞാൻ ഇത് ഇടാൻ, എനിക്ക് കമ്മലൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ചേട്ടനെ വീണ്ടും വിട്ടിട്ട് വീണ്ടും 2 സാരി. മൊത്തം ഇന്നത്തെ പരിപാടിക്ക് വേണ്ടി 4 സാരിയാണ് ആ ചേട്ടൻ വേറെ വേണ്ടി വാങ്ങിച്ചു വെച്ചിരുന്നാണോ? അല്ലല്ല, ഞാൻ കണ്ടു നിൽക്കണോണ്ടാ പറയുന്നത്. 4 എണ്ണം വാങ്ങിക്കൊണ്ടുവന്നു. അതിലൊന്ന് ചേച്ചി സെലക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ നോക്കുമ്പോ ഒരു കവറിൽ ഇതാ കമ്മല് മാലൊക്കെ ചേട്ടൻ ഇപ്പൊ സെലക്ട് ചെയ്ത് വാങ്ങിക്കൊണ്ടുവന്നാണ്. സത്യം ഞാൻ മനോജ് ചേട്ടൻ ദീർഘായുസായിരിക്കട്ടെ. കാര്യം വരും തലമുറയ്ക്ക് ഉത്തരവാദപ്പെട്ട ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം എന്ന് കാണിച്ചു കൊടുക്കാൻ രൂപക്കൂട് വേണമല്ലോ. വേറൊരു കമന്റിന്റെ ഇടയിൽ വരും, അവൾക്ക് പോണ പരിപാടിക്ക് അവളുടെ സാരി കൊണ്ടുപോകൂടെ എന്ന്. സാറേ, ഞാൻ തിരുവനന്തപുരത്ത് നിന്നാ വരണേ. ഇന്നലെ ഫോക്ലോർ അക്കാഡമിയുടെ മീറ്റിംഗ്, എക്സിക്യൂട്ടീവ് മീറ്റിംഗ് അവിടെ ആയിരുന്നു. അറിയാലോ? അതെ. അപ്പൊ സാറിന് അറിയാലോ, സാറാണല്ലോ അത് മേടിച്ചത്. അപ്പൊ ആ കമ്മിറ്റി കഴിഞ്ഞിട്ട് ഞാൻ വരും. അപ്പൊ മനോട്ടൻ വീട്ടിൽ നിന്ന് വന്നപ്പോ ഞാൻ കവറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. ചേട്ടൻ അത് എടുത്തപ്പോ വേറൊരു കവറായി പോയി. അതാണ് ഉണ്ടായി പോയത്. നല്ല സമയമല്ലേ പ്രസിദ്ധിക്കിപ്പോ? തീർച്ചയായും സാർ. ഒരു കാരണവശാലും ഹരി പത്തനാപുരത്തെ കാണരുത്. കണ്ടാലും കുഴപ്പമില്ല. ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോ മിക്കവാറും എല്ലാവരും പരുവത്തിലാക്കും. കാര്യം അറിയോ, ഇപ്പൊ കുറച്ച് അത്യാവശ്യം ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ ഒന്നാന്തരം ആർട്ടിസ്റ്റ് ആയിട്ടുണ്ട്. പ്രസീത കൃത്യമായിട്ട് കാശ് ചോദിച്ചു വാങ്ങിക്കാനും പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഇടങ്കൂലിട്ട് പ്രശ്നം കാശ് അധികം മേടിക്കരുതെന്ന് അതുകൊണ്ടല്ലേ? വേറെ കാര്യം കേട്ടോ സാർ, ഞാനിവിടെ വന്നിരിക്കുമ്പോ ടെസ്റ്റിനോട് ഇരിക്കണേ, എടി ആയിരിക്കണ ഷർട്ട് ഇട്ട് ആരാ? ഞാൻ പറഞ്ഞു ഏത് ആയിരിക്കണ സീരിയലിൽ നിങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന ആരെങ്കിലും ആണോ എന്ന്.
പത്തനാപുരത്തേനാണ് എന്റെ അയ്യോ. ഓ നമ്മളേതൊന്നും അറിയത്തില്ല. ചേട്ടന് വേണ്ടി സാറിന് വേണ്ടി ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി ആ ഒരു പാട്ട് പാടാം. ഒന്ന് കൈയടിച്ചു കൂടിയാ. ഉണ്ണിക്കൊരമ്പിളി പുത്തനൊടുപ്പുണ്ടേ തകതൈതാര. ഉണ്ണിക്കൊരമ്പിളി പുത്തനൊടുപ്പുണ്ടേ തകതൈതാര. അക്കരെ കാവിലെ വേലയ്ക്ക് പോകുമ്പോഴേ തകതൈതാര. അപ്പന്റെ തോളത്തിരുന്നങ്ങ് കൊഞ്ചുമ്പോഴേ തകതൈതാര. അപ്പന്റെ തോളത്തിരുന്നങ്ങ് കൊഞ്ചുമ്പോഴേ തകതൈതാര. കുഞ്ഞരിപ്പല്ലിന്റെ പുഞ്ചിരി കാണുമ്പോഴേ തകതൈതാര. കുഞ്ഞരിപ്പല്ലിന്റെ പുഞ്ചിരി കാണുമ്പോഴേ തകതൈതാര. അടിപൊളി അടിപൊളി അടിപൊളി. ഇതാരാ ഇതാരാന്ന് പറഞ്ഞ ഞങ്ങൾ കേട്ടു. ഇതാരാ ഇതാരാന്ന് അതെനിക്ക് മനസ്സിലായില്ല. ലക്ഷ്മി നന്നായിട്ട് പാടി, ശബ്ദം പുറത്ത് കിട്ടില്ല. തങ്കച്ചനെ കുറച്ച് ഇപ്പൊ ഈ വഴിയിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാ. കാര്യം എന്താ വെച്ചാല് ഫ്ലവേഴ്സിന്റെ പ്രേക്ഷകർ കാണുമ്പം ഈ തങ്കച്ചൻ, നമ്മുടെ തങ്കു എവിടെ എന്ന് ചോദിക്കുന്നു. തങ്കച്ചൻ എവിടെയാണ്? മീശയൊക്കെ കുറച്ച് കനത്തല്ലോ. പിന്നെ കരി വെച്ച് തൂത്ത് കഴിഞ്ഞാൽ പിന്നെ മീശ ഇറക്കില്ല. ഇതിലുണ്ടോ തങ്കച്ചൻ? ഉണ്ട് സാർ, ഉണ്ട്. അത് മറ്റേ ഞാൻ സാറിനും എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറയാം. നല്ല ഡ്രസ്സും നല്ല നന്നായിരിക്കും. അങ്ങോട്ട് പിടിച്ച് വലിക്കല്ലേ സാർ, ഒരു ചെറിയൊരു ബാലൻസിലായിരിക്കും ആണല്ലേ? ഓക്കെ ഓക്കെ. വീട്ടിലുണ്ട്, ഷോ ഉണ്ട്, പിന്നെ പ്രോഗ്രാം അല്ല. തങ്കച്ചന്റെ സമയം വരാൻ പോകുന്നേ ഉള്ളൂ. എന്താ സാറേ? സദാനന്ദന്റെ സമയം എന്ന് പറഞ്ഞാൽ തങ്കച്ചന്റെ സമയം വരാൻ പോകുന്നു. ചിലപ്പോൾ സിനിമ തന്നെ ആ പേരിൽ വന്നെന്ന് വരും. ആണോ? അതെ. എന്നാലും തങ്കച്ചനെ നായകനാക്കി ഒരു സിനിമ പിടിക്കുന്നതൊക്കെ ആൾക്കാർക്ക് ആലോചിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും. ഈ നാട്ടുകാർക്ക് സ്ഥലം തോന്നാത്തത്? അല്ല, ഞാൻ എത്രയോ കാശുകൾ പ്രൊഡ്യൂസർമാർ കളയുന്നുണ്ട് സാറേ. ഓണം ഞാൻ ഇപ്പൊ സദ്യ ഉണ്ടേ, വയറ് നിറക്കല്ലേ ഇപ്പോഴല്ലേ? ആൽബമാണ് ഞാൻ ഇങ്ങനെ പ്ലാൻ. ആൽബത്തിലാണോ? 1-ാം തീയതി ഒരു ആൽബം ഇറങ്ങും. എന്തായിരിക്കും ആൽബത്തിന്റെ ഒരു പ്രത്യേകത? ഒരു പരസ്യം ആയിക്കോട്ടെ. ആൽബത്തിന്റെ പ്രത്യേകത ഒരു പ്രവാസിയുടെ തങ്കച്ച അഭിനയിച്ചു. ഞാൻ തന്നെ അഭിനയിച്ച്, ഞാൻ തന്നെ മ്യൂസിക് ചെയ്ത്, എല്ലാം തങ്കച്ചൻ എഴുതിയത്, അടിച്ചു വാരിയത് ഉൾപ്പെടെ ഡയറക്ഷൻ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തേക്കുന്നത്. 1-ാം തീയതി. അപ്പൊ അതൊരു മറ്റേ പഴയ ആട്ടിൻകുട്ടി കേസാണോ അത്? അല്ലല്ല അല്ല അല്ല, അതൊരു പ്രവാസി സോങ് ആണ് സാറ്. അപ്പൊ ഒന്ന് ഒരു സാമ്പിൾ വെടിക്കെട്ട് നടത്തിയാലോ ഇവിടെ? ആദ്യപാദം കുത്തിയതാര്, കനിവ് നേടിയതെത്ര പേര്, കടല് കടന്നൊരു നബിയുടെ നാട്, കഥന കണ്ണീരൊപ്പിയ നാട്, ആഴമേറും ആശയോടെ പറവ പോലെ ഞാൻ പറന്ന്, കാലമെല്ലാം മണ്ണിലാണ്, 2 കണ്ണും വീടിലാണ്, ഭാരമെല്ലാം എന്നിലാണ്, എൻ്റെ അഭയം നിന്നിലാണ്. മുത്തുനബിയേ മുത്തുനബിയേ പുണ്യനബിയേ പുണ്യനബിയേ, മുത്തുനബിയേ മുത്തുനബിയേ പുണ്യനബിയേ പുണ്യനബിയേ. ആദ്യപാദം കുത്തിയതാര്, കനിവ് നേടിയതെത്ര പേര്, കടല് കടന്നൊരു നബിയുടെ നാട്, കഥന കണ്ണീരൊപ്പിയ നാട്, ആഴമേറും ആശയോടെ പറവ പോലെ ഞാൻ പറന്ന്, കാലമെല്ലാം മണ്ണിലാണ്, 2 കണ്ണും വീടിലാണ്, പാരമെല്ലാം എന്നിലാണ്, എൻ്റെ അഭയം നിന്നിലാണ്. മുത്തുനബിയേ മുത്തുനബിയേ പുണ്യനബിയേ പുണ്യനബിയേ, മുത്തുനബിയേ മുത്തുനബിയേ പുണ്യനബിയേ പുണ്യനബിയേ. അതെ, ഈ എല്ലാവരും ഗൾഫ് എല്ലാ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, എല്ലാവരും പോകുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ആരാണ് അവിടെ കാലുകുത്തിയെന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതും ഒരു പ്രോഗ്രാമിന് പോകുന്നതും ലാലേട്ടൻ്റെ ഷോ സാറിൻ്റെ കൂടെയാണ് അബുദാബിയിൽ.
അപ്പോൾ എനിക്ക് കൂടുതൽ പ്രേക്ഷകരെ ഉണ്ടാക്കി തന്നതും വിദേശ രാജ്യങ്ങളിലാണ്. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് ഞാൻ അവിടെ ചെയ്തു. അല്ല അല്ല അത് ചെയ്തുകൊണ്ട് സാറ് തന്നെ അതിനെ റിലീസ് ചെയ്ത് തരണം. അതല്ലേ നല്ലൊരു കൈ എടുത്തേ. ഞാൻ നല്ലൊരു കാര്യം പറയാം. നേരെ 24 വരുന്നു, മോർണിംഗ് ഷോയിൽ എന്റെ കൂടെ കയറുന്നു, അവിടെ നമ്മളെ റിലീസ് ചെയ്യും. അപ്പൊ ഞാൻ ഒന്ന് കെട്ടിപ്പിടിക്കട്ടോ തങ്കച്ചനെ? തങ്കച്ചന് അത് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി എന്നും മോർണിംഗ് ഷോ കാണുന്ന ആളാ. മാത്രമല്ല ആ സമയം നേരത്തെ അനൗൺസ് ചെയ്താൽ ജനങ്ങൾ കൈകാര്യം ചെയ്തോളും. ഞാൻ വന്നപ്പോഴേ ഗ്രീൻ റൂമിൽ ഹരിപത്തനാപുരം മാത്രം. എന്തിനാ അവരുടെ ഗ്രീൻ റൂമിൽ കയറുന്നത്? അല്ല, ഹരിപത്തനാപുരം ആണാണ്. ഹരിപത്തൻ ആ വിചാരിച്ചത്. ഞാൻ വേറെ എന്തോ കേട്ടു. ഞാൻ യൂസഫിന്റെ പഴയ കാര്യങ്ങളൊക്കെ എനിക്കൊരു പഴയ കാര്യം പഴയ കാര്യം അറിയണമല്ലോ. ഹരി അവിടെ ഒറ്റയ്ക്കിരിക്കുവാണ്. അപ്പൊ ഞാൻ ചെന്ന് ചോദിച്ചേ, ചുമ്മാ ചോദിച്ചാൽ നമ്മളെ ഇപ്പൊ തമാശക്കാരാണല്ലോ എല്ലാവരും ഇരിക്കണത്, എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ ഏക്കോ കോമഡിയൊക്കെ എന്ന് പറയാൻ അധികം സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. സത്യം സത്യം. കാരണം ഏക്കാൻ ചാൻസ് കുറവാണെന്ന് പറഞ്ഞ് എന്റെ മനസ്സ് തകർത്ത് കളഞ്ഞു. തന്നെ ഒരു 20 മിനിറ്റായിട്ട് ഞാനിവിടെ അവിഞ്ഞിരിക്കും. ജോർജ് ചേട്ടൻ എന്നോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞേക്കണം. ഈ ജോർജിന്റെ പരിപാടികൾ പണ്ടേ അതാ. മണിക്കൂട്ട എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ? കഴിഞ്ഞ ഓണത്തിന് കണ്ടതാ നമ്മള്, പിന്നെ കണ്ടിട്ടേ ഇല്ല. കാണുന്നുണ്ട്, ഞാൻ സാറിനെ കാണുന്നുണ്ട്. എവിടെയായിരുന്നു മണിക്കൂട്ട? ഞാൻ ഫ്ലവേഴ്സ് തന്നെയാണ് സാർ. ഫ്ലവേഴ്സിലുണ്ട്, ഐറ്റം വേറെയിലുണ്ടല്ലോ. ഞാൻ സാറിനെ കാണുന്നുണ്ട്. ഐറ്റം വേറെ ഞാൻ കാണാറുണ്ട്. അത് നമുക്ക് കാണാതിരിക്കാം, നമ്മുടെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ജീവ ഇടയ്ക്കിടയ്ക്ക് ഐറ്റം വേറെ കാണാറില്ലെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. എവിടെ മുങ്ങുന്നത് ജീവ? ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാകുമ്പോഴേ മാത്രമേ വരാറുള്ളൂ. ജീവയ്ക്ക് കുറച്ചു കാലമായി ശാരീരിക ബുദ്ധിമുട്ടുണ്ടോ? ഇടയ്ക്ക് 2 ഷെഡ്യൂളിൽ പിന്നെ വൊമിറ്റിങ്ങിന്റെ ഒരു പ്രശ്നം വന്നിട്ട്. ആണോ? വേറെ പ്രശ്നമൊന്നും അല്ലല്ലോ. ഇല്ല. വേറെ വർക്ക് കിട്ടുമ്പോൾ ശാരീരികമായ പ്രശ്നമുണ്ട്. അപ്പം ഇവരെപ്പോഴും ഇന്റർനാഷണൽ ട്രിപ്പിലാണ് സാർ. രണ്ടെണ്ണോ നോണ പറയുന്നതാണ്. ബുദ്ധിയുള്ളവരാണെങ്കിൽ ഇങ്ങനെ അവസരം ഒപ്പിച്ചു കൊടുക്കത്തില്ല. കാര്യം എന്താ പറയുക, നാളെ ഇപ്പം പ്രൊഡ്യൂസർ പറയാ മീനാക്ഷിയാ കുറച്ച് ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവന്റെ കാര്യം പോയില്ലേ? ഒരു കലാകാരി വളർന്നു വരുന്നതല്ലേ, കുഴപ്പമില്ല. നവാഗത പ്രതിഭ ആങ്കറിങ്ങിനെ ഞാൻ ആദ്യമായിട്ട് എനിക്ക് 14 വയസ്സുള്ളപ്പോ ആങ്കറിംഗ് ഞാൻ ചോദിക്കുന്നില്ല. പറയണ്ട, ഈ കല്യാണം കഴിക്കുന്ന 10 വർഷമായി പറയാൻ തുടങ്ങി. അപ്പം 14 വയസ്സുള്ളപ്പോ ചാനലിന്റെ പേര് പറയുന്നത് കുഴപ്പമില്ലല്ലോ. ഈ കുട്ടി എന്തോ കേൾക്കുന്നു. ഓക്കെ, അപ്പൊ കൊച്ചി ടിവിയില് ഞാൻ ആങ്കറിംഗ് ഓഡിഷൻ ആദ്യമായിട്ട് കൊച്ചി ടിവിയില് കൊച്ചി ടിവിയിലോട്ട് ഞാൻ കൊച്ചി ടിവിയിൽ ആങ്കർ ആയിരുന്നു. മീനാക്ഷിക്ക് പോകേണ്ട ടി വി അത് തന്നെയാ. 14 വയസ്സിൽ. അതെ അതെ. അപ്പൊ അവിടെ ചെന്നപ്പോ ജീവചേട്ടനായിരുന്നു ആങ്കറിംഗ് ഓഡിഷൻ. അന്ന് കൊച്ചി ടിവിക്കകത്ത് ജീവയുണ്ടായിരുന്നു. ജീവചേട്ടൻ അന്നത്തെ എപ്പിസോഡിൽ മാത്രം. അതൊരു ബിൽഡിംഗ് ആണല്ലോ സാറേ. അപ്പൊ നമ്മള് രാവിലെ സൂര്യ മ്യൂസിക്കിൽ പോയി ഷോ ചെയ്തിട്ട് പിന്നെ കാപ്പി പിടിക്കുന്ന ഗ്യാപ്പിൽ സൂര്യ ടി വി കൂടെ കയറി കൊച്ചി ടി വി വഴി കറങ്ങി പിന്നെ കിരൺ ടിവിയിലും പറ്റിയെന്ന് തല കാണിച്ചിട്ട് വൈകിട്ട് വീട്ടിൽ പോകും. ഓ അങ്ങനെയാണ്. മറ്റേ കുറുനരിക്ക് ശബ്ദം കൊടുത്തോണ്ട് പുള്ളിയാണ്. പക്ഷേ യഥാർത്ഥ മീനാക്ഷി ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു. സാധാരണഗതിയിലുണ്ടല്ലോ ഈ ജീവ കൈപിടിച്ച് കയറ്റി ആരും രക്ഷപ്പെട്ടിട്ട്. അയ്യോ, അന്ന് എന്നെ എന്തോ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞ ഓഡിഷനിൽ കയറ്റി വിട്ടത് ആദ്യമായിട്ടാ. അപ്പൊ നമ്മുടെ മണിക്കുട്ടൻ എങ്ങനെ കാര്യങ്ങളൊക്കെ എങ്ങനെ കഴിഞ്ഞ ഒരു കൊല്ലത്തെ വിലയിരുത്തിയ ബാലൻസ് ഷീറ്റിൽ പൈസ കാര്യമായിട്ടുണ്ടോ? കുഴപ്പമില്ല സാർ. അത്യാവശ്യം. ഇത് ഐറ്റം വേറെയാണോ? ഇത് ഐറ്റം വേറെ. ഐറ്റം വേറെ. ഓക്കെ, തകർത്ത്. അതല്ല, ഇത് ഈ ഐറ്റം വേറെക്കാര് കുറച്ച് പേര് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് പറയുക, ഇതിപ്പം കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ടെലിവിഷൻ പ്രോഗ്രാമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. സംശയമില്ല സാർ. അപ്പൊ നമ്മൾ എല്ലാവരും ഒന്നിച്ച് പറയുന്നു 1 2 3 ഇത് ഐറ്റം വേറെ. അപ്പൊ നമ്മുടെ സൂര്യ എവിടെ? എടോ, ഇയാളെ തിരക്കി നടക്കായിരുന്നു ഞാൻ. ഇയാളെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഐറ്റം വേറെ വന്നതിന് ശേഷം ജീവിതം രക്ഷപ്പെട്ടോ? എങ്ങനെയാ? വരുമാന മാർഗം കൂടിയോ കുറഞ്ഞോ? കൂടി. ഇപ്പൊ എന്ത് ചെയ്യും? ഇങ്ങണ്ടാക്സിയാർ നോക്കുമല്ലോ. അത്രയായിട്ടില്ല. ഇല്ല. അടിപൊളിയായിട്ട് പോകുന്നു. ഐറ്റം വീട് എവിടെയാ? പത്തനാപുരം. കൊറേ ഇറക്കിയിട്ടുണ്ട്. വേറെ ഒരാളുണ്ടല്ലോ. ഇവിടെ ഉണ്ട്. മാത്രമല്ല ഒരു പത്തനാപുരത്തിനെ കൊണ്ട് തന്നെ ഇവിടെ സഹിക്കാൻ വയ്യ അല്ലേ? എന്തോരം കലാകാരന്മാരെ പോലെ. പത്തനാപുരത്ത് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിക്കാൻ മൊത്തം കലാകാരന്മാരാ. ഐറ്റം വേറെയാണ്. ഞാൻ ആദ്യമായിട്ട് എന്നെ 10 പേര് അറിയുന്ന ഒരു ഷോ ഐറ്റം വേറെയാ. അപ്പൊ വിടൂര് എത്ര പേരുണ്ട് എല്ലാരും കൂടെ? അവിടെ 10 പേര് അറിയൂ? ഒത്തിരി പേര് അറിയും. അനുമോദനമൊക്കെ തന്നെ. അനുമോദനമൊക്കെ കിട്ടിയോ? 10 പവന്റെ മാലയൊക്കെ ഇട്ട്? അങ്ങനൊന്നും ഇട്ടില്ല. പിന്നെ വിവരമില്ലല്ലോ. നല്ല ആൾക്കാരാ, ഭയങ്കര സ്നേഹമാ. എല്ലാരും പ്രോഗ്രാം കാണാറുണ്ട്. ഇത്രയും ആരാധനയൊക്കെ വന്നു കഴിഞ്ഞാലേ അത് താങ്ങാൻ പറ്റുന്ന ഒരു മനസ്സുണ്ടോ? വന്ന് തുടങ്ങുന്നതല്ലേ ഉള്ളു. ഞാൻ പുതിയ ആളല്ലേ. അപ്പം അല്ല, കാരണം എന്ന് അറിയാമോ, ചില ആൾക്കാർ വണ്ടിയിലേക്കൊക്കെ വെച്ച് കാണുമ്പോഴേ
ഐറ്റം വരെ കണ്ട ആളല്ലേ ഓ എന്ന് പറയുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണ്ടേ അതെങ്ങനെ നിൽക്കുന്ന ഞാൻ ചോദിച്ചു. ഞെട്ടാറുണ്ട്. എവിടെ വെച്ച് ഞെട്ടി? വണ്ടിയിലൊക്കെ വെച്ചിട്ടേ കണ്ടിട്ട് മനസ്സിലാകത്തില്ല, മേക്കപ്പ് ഇല്ലല്ലോ. ആ പറക്കോട് വന്ന പ്രൈവറ്റ് യൂസേജ് ആണോ ഞെട്ടിയത്? ട്രാൻസ്പോർട്ട് ബസ്സിൽ ഞെട്ടാറുണ്ട്. ഐറ്റം വേറെ പങ്കെടുക്കുന്ന ആളുകൾ കുട്ടികളെല്ലാം രക്ഷപ്പെട്ടിരിക്കുവാണ്. അവരെല്ലാരും ഇപ്പൊ നമ്മളൊക്കെ അറിയില്ല, നമ്മുടെ ഐറ്റം വേറെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ആയി പോയത്. ഞാനും ജോർജൊക്കെ ഐറ്റം വേറെ ഇല്ല, ഏരിയയിലൊക്കെ ഐറ്റം വേറെ ഉണ്ട്, അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. നസീറേ, നിങ്ങൾ ഈ ജഡ്ജസ് ആയിട്ട് ഇവിടെ ഇരിക്കുവാണല്ലോ, നിങ്ങളാണല്ലോ വിധി പ്രഖ്യാപിക്കുന്നത്. അല്ലേ സൂര്യ? ഇവരല്ലേ വിധി പ്രഖ്യാപിക്കുന്നത്? സംക്രാന്തിയൊക്കെ അല്ലേ പ്രഖ്യാപിച്ചിട്ട് ഇപ്പൊ എന്തായി? എല്ലാവരും നല്ല ഇവര് രക്ഷപ്പെട്ടു, നമ്മൾ വഴിയിലായോ? അല്ല കുഴപ്പമില്ല. അതിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ടോ, ആരൊക്കെ എന്നിട്ട് ബാക്കിൽ പ്രവർത്തിക്കുന്നുണ്ടോ, എല്ലാവരും രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ജോൾസിന്റെ പ്രവചനം ഇല്ലാതെ രക്ഷപ്പെട്ട ഒരു ഷോയാണ്. മിക്കവാറും ഇവരുടെയൊക്കെ ശുപാർശകത്ത് വേണ്ടി വരുമോ? ഇപ്പൊ തന്നെ ആരാധന താങ്ങാൻ പറ്റുന്നില്ലെന്ന് ആ പിടൂറുകാരി പറഞ്ഞു. പിടൂർ ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ വയ്യ, ആൾക്കാർ ഒന്ന് കുത്തുവാ. ആ കുട്ടിയെ കുത്തും, കുത്തിപ്പോവാ. എനിക്ക് തോന്നുന്നത് ഓണത്തിനിടെ പുട്ടുകച്ചവടത്തിലെ മൈൻ പാട്ടുകാരനായിരുന്നു. തീർച്ചയായിട്ടും അല്ലേ? കുറെ കാലം പാടിയില്ലേ? കുറെ വർഷം, ഒരു 10-20 വർഷത്തോളം പാടി 20 കൊല്ലം പാടി. അത് ചിലർക്ക് ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടു പോയി. അപ്പൊ നമ്മുടെ ഈ നമ്മുടെ ഓണത്തിനിടെ പുട്ടുകച്ചവടത്തിലെ ഒരു പാട്ടിന്റെ ഒരു അല്പം നമ്മൾ കേട്ടാലോ? ആ ഒരു ഓർമ്മ, ആ പാട്ട് പാടാൻ പറയുമ്പോൾ ആ വിനയം കണ്ടോ? പ്രതിവട്ടം എനിക്കും പാടിയിട്ടുണ്ട്. ശിവചേട്ടന് പാട്ട് എഴുതിക്കുന്നത് അഞ്ചുമന ഉള്ളതാണോ ഈ പറയുന്നതൊക്കെ? അതെ, പ്രതിവേട്ടൻ ഇപ്പൊ പാടും. പുട്ടുകച്ചവടം കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ സിനിമയിൽ പാടാൻ തുടങ്ങിയല്ലോ. രാജമാണിക്യം കഴിഞ്ഞപ്പോ എന്നോട് അലക്സിയേട്ടൻ പറഞ്ഞു, എടോ താനിനി മറ്റേ പാരഡി ഒന്നും പാടാൻ നിൽക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞു ഇനി ഉള്ള പണി പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ശരി ചേട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ച് പാരഡി നിർത്തിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ ശേഷം ഷിജു അഞ്ചുമനയാണ് അത് ഏറ്റെടുത്തത്. പിന്നെ ഷിജു അത് തകർത്തില്ലേ. ഷിജു പല പാട്ട് പാടിയ പല പാട്ടുകളും ഞാൻ പാടിയതാണെന്ന് പലരും വിചാരിച്ചു. കാരണം എന്റെ ശബ്ദം കറക്റ്റ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അഞ്ചുമന 2 വരി പാടുന്നു, അടുത്ത 2 വരി ഒരു ദേവസഭാതലം. ഭാരത പൗരന്മാരെ, നിങ്ങൾ ജനിച്ചതഴിമതി കാണാനോ? ബൂത്തുകൾ തോറും വെയിലും കൊണ്ട് വോട്ടു ചെയ്തു തളരാനോ? വീണ്ടും കഴുതകളാവാനോ? ഭാരത പൗരന്മാരെ, നമ്മൾ ജനിച്ചതഴിമതി കാണാനോ? ബൂത്തിനു മുന്നിൽ വെയിലും കൊണ്ട് വോട്ടു ചെയ്തു തളരാനോ? വീണ്ടും കഴുതകളാവാനോ? ജയിച്ചു പോയവരെ നിങ്ങൾ മുടിച്ചതാണിവിടം. തെരഞ്ഞെടുപ്പിനായി കോടികൾ തുലച്ചിടുന്നിവിടം. രാഷ്ട്രീയ നാടകമാടിത്തിമിർത്തു കീശ നിറച്ചവരെ, വെളുത്ത വേഷങ്ങളെ, ഞങ്ങൾ ദരിദ്രവാസികളാ. ഭാരത പൗരന്മാരെ, നമ്മൾ ജനിച്ചതഴിമതി കാണാനോ? ബൂത്തിനു മുന്നിൽ വെയിലും കൊണ്ട് വോട്ട് ചെയ്തു തളരാനോ? വീണ്ടും കഴുതകളാവാനോ? അടിപൊളി അടിപൊളി. ആരുടെയില് ഇത്രയും നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ പാടുന്ന വേറെ പാട്ടുകാരില്ല. നമ്മൾ എന്തെങ്കിലും എഴുതി കൊടുത്താൽ, ഞാനൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പാട്ട് എഴുതിയിട്ടുള്ള ആളാണ്, ഞാൻ പാടിയിട്ടുള്ളതാണ്. പാരടി നമ്മൾ പാടി കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ പ്രദീപ് മേടിച്ചിട്ട് ഒരു ചെറിയൊരു പുള്ളിയുടേതായിട്ടുള്ള ഒരു റൂട്ടായിട്ട് മാറ്റുന്നുണ്ട് ആ പാടുന്നതിന്റെ സൗകര്യത്തിൽ. അങ്ങനെ ആക്കി കഴിയുമ്പോണ്ടല്ലോ നമുക്ക് തന്നെ അതായിരുന്നല്ല കറക്റ്റ് വരി, കറക്റ്റായിട്ട് ആ പാട്ടിന് സൂട്ടാകുന്ന വരികൾ പുള്ളി കൈ നിന്നിട്ട് പാടി അതിന്റെ എഫക്റ്റ് ഇട്ട് അത് സൂപ്പറാക്കി തരും. അങ്ങനെ ഒരു കഴിവ് പ്രത്യേകം. കാശ് ഇത്തിരി കൂടുതൽ മേടിക്കുന്നു, അത് മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ. ഞാനൊരു 1000 രൂപ എടുത്തപ്പോ 3000 എന്ന് പറഞ്ഞു, അത് മാത്രമേ എനിക്ക് സങ്കടം വന്നുള്ളൂ. അതൊന്നും കൊടുക്കരുത്, കൊടുത്ത് പഠിപ്പിക്കരുത്. ഇല്ല, ഞാൻ 1000 കൊടുത്തോളൂ. അതുകൊണ്ടല്ല വരികൾ എഴുതിക്കൊണ്ടിരുന്ന വരികളെല്ലാം മാറ്റി പുതിയ വരി എഴുതിയതിന്റെ കാശ് പറഞ്ഞാലേ സ്നേഹമല്ലേ ഉണ്ടാ വലുത്. അതെ, ചോദിക്കണം. അല്ല, ഞാൻ കടം പറയും, അത് കൊടുക്കൂല. ഓണത്തിനിടയിൽ എന്തോ ഒരു പുട്ടുകച്ചവടം ചെയ്തു, തുണിക്കട കച്ചവടം ചെയ്യാൻ പോയോ? ഞാൻ പല പല പരിപാടി നടത്തി പൊട്ടി തകർന്നിരിക്കുന്ന ഒരാളാണ്. അല്ല, അന്ന് യൂസഫിനെ അന്വേഷിച്ചൊരു എലി വന്നെന്നോ? എലിയോ? എന്നെ അന്വേഷിച്ച് വന്നതല്ല, ഞാൻ ബേക്കറി നടത്തിയപ്പോ മധുരപലഹാരങ്ങൾ അന്വേഷിച്ച് വന്നതാ. അതായത് അയ്യോ, അതാരോണ്ട് പറഞ്ഞു അല്ലേ സാർ, ബാഗിന്റെ കഥ. ഇവിടെ നല്ല കാര്യമൊന്നും ആരും പറയല്ല. അത്
അതായത് ഞാനേ നമുക്ക് ഈ മിമിക്രിയൊക്കെ കുറഞ്ഞപ്പോഴേ സാറേ അപ്പൊ എനിക്ക് തന്നെ തോന്നുന്നു എന്തെങ്കിലും വേറെ പണി. പുതിയ സംഭവം അല്ലല്ലോ മിമിക്രി കുറഞ്ഞത്. അല്ല കുറഞ്ഞു ഒട്ടുമില്ലാതെ എന്തെങ്കിലും ഒന്ന് തുടങ്ങണമല്ലോ എന്ന് കരുതിയിട്ട് ഞാനൊരു ബേക്കറി തുടങ്ങാന്ന് കരുതി സാറേ. ഈ ബേക്കറിയുടെ ABCD എനിക്ക് അറിയാൻ പാടില്ല, എന്താണ് ബേക്കറി എന്ന് പോലും അറിയാതെ ബേക്കറി തുടങ്ങിയേക്കാന്ന് പറഞ്ഞു. ഒരു മനുഷ്യനും മാഞ്ഞാലും ഇല്ലാത്ത ഏരിയയിൽ പോയിട്ട് ഒരു കടയെടുത്ത് ഞാൻ ബേക്കറി തുടങ്ങി. ആ ബേക്കറി തുടങ്ങിയപ്പോൾ ഉദ്ഘാടനത്തിന് നമ്മുടെ കുടുംബക്കാർ ഒന്നിച്ചിരിച്ച സാധനം മേടിച്ചല്ലാതെ വേറെ ഒരു മനുഷ്യനും പിന്നെ വന്നിട്ടില്ല. പക്ഷെ അവിടെ ഒരു ബേക്കറി തുടങ്ങിയെന്നുള്ളത് അവിടെയുള്ള ക്ഷുദ്രജീവികളെല്ലാം അറിഞ്ഞു. അവിടെയുള്ള ഉറുമ്പുകൾ, എലികൾ അവിടെ പൊട്ടാൻ വന്നിട്ട് ബേക്കറി എവിടെ ഇട്ടിട്ടെന്ന് പറഞ്ഞാൽ അവരെ ഗ്യാങ് അടിച്ച് വരാൻ തുടങ്ങി. സാറേ ഞാൻ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ലോകത്തില്ലാത്ത ഉറുമ്പ് കംപ്ലീറ്റ് എൻ്റെ ബേക്കറിയിലുണ്ട്. എന്നിട്ട് ഭാരമൊക്കെ നോക്കിയിട്ടില്ല എടുക്കേണ്ടത്. 5 കിലോ അലുവയുടെ ചുറ്റും ഇരുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചണ്ട് പോകാൻ വേണ്ടി 5 കിലോ പൊങ്ങാൻ പറ്റുമോ? എന്നിട്ട് അവർ അത് നടക്കിയാന്ന് പറഞ്ഞിട്ട് പോയി. അതിനുശേഷം ഇതിനേക്കാൾ വലിയ ഉറുമ്പുകളെ കൊണ്ടുവന്നേക്കണ് അത് പൊക്കാൻ വേണ്ടി. ഈ ബാക്കൊക്കെ ഇച്ചിരി പൊങ്ങിയിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതുങ്ങളൊക്കെ വന്നിട്ട് അതുങ്ങൾ നോക്കിയിട്ട് ഒരു ചെറിയൊരു പീസ് അടിച്ചിട്ട് പോയി. പിന്നെ ലഡുവൊക്കെ ഉരുട്ടി കൊണ്ടുപോകുന്നു. അങ്ങനെയുള്ള അത് ഞാനത് ഒരു സ്റ്റേഷനെടുത്തിയപ്പോൾ കുറച്ച് 5-6 ബാഗ് ഇങ്ങനെ നിരത്തി വെച്ചായിരുന്നു റോഡിൽ കൂടി പോകുന്ന ആൾക്കാർ കാണാൻ വേണ്ടി. അപ്പോൾ ഒരാൾ ബാഗ് വാങ്ങിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ ഞാൻ എടുത്തു കൊടുത്തു. നല്ല ബാഗാണ് കേട്ടോ. ബാഗ് എടുത്ത് നോക്കിയപ്പോൾ 2 സൈഡിൽ ഹോള്. അപ്പോൾ പറഞ്ഞു, അയ്യോ ഈ ബാഗിൻ്റെ സൈഡിൽ ഹോൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ അടുത്തെടുക്കുന്ന പറഞ്ഞാൽ അടുത്തെടുത്തു. അതിലും കൃത്യം 2 സ്ഥലത്ത് ഹോള്. അപ്പോൾ വീണ്ടും ഞാൻ എടുത്തു. എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചേക്കുവാണ് ബാഗേ. എടുക്കണേന് കംപ്ലീറ്റ് ഹോള്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കമ്പനിയിലുള്ളതാ, ഈ ബാഗിൽ അങ്ങനെ ഉള്ളതാ, കാരണം എല്ലാത്തിലും ഹോളുണ്ട്. അപ്പോൾ അയാൾ താനെന്ത് പൊട്ടനാടോ ഇത്, ബാഗ് നമ്മൾ എന്തെങ്കിലും സാധനം ഇടാൻ വേണ്ടിയില്ലേ, ഹോളുണ്ടെങ്കിൽ താഴെ പോവില്ലേ. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ശരിയാണല്ല. സംഭവം എന്താന്ന് പറഞ്ഞാൽ ഞാനിവിടെ 6-7 ബാഗ് ഇങ്ങനെ നിരത്തി വെച്ചായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ എലിക്കുട്ടനുണ്ടല്ലോ, നമ്മൾ അന്വേഷിച്ച് വന്ന ആള്, അവളവിടെ സ്ഥിരതാമസമാണ്. അപ്പോൾ ഈ പുള്ളി ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന റൂട്ടാണ് പുള്ളി. കൊങ്കൺ റെയിൽവേ പണിയണ പോലെ ഉണ്ടാക്കി 7 ഹോൾ ബാഗും, അത് ആഴ്ചകൾ കൊണ്ടാണ് കേട്ടോ, 7 ബാഗും തുറന്ന് ആള് പോയാണ്. അപ്പോൾ എനിക്ക് സ്ട്രൈറ്റ് റോഡായി. 7 ബാഗിൻ്റെ ഉള്ളിൽ കൂടി പോകും, 7 ബാഗിൻ്റെ ഉള്ളിൽ കൂടി പോകും. എൻ്റെ 7 ഞാൻ 7 ആയി. അതിൻ്റെ അർത്ഥം 7 എന്ന് പറഞ്ഞാൽ പട്ടിണിക്കാരനായി. ഓക്കെ സാർ. പ്രസാദേ മുഖമ്മയിലേക്ക് എങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ? സാർ നല്ല വിശേഷം, സുഖമായിട്ടിരിക്കണം, അങ്ങനെ പോകുന്നു. ഐറ്റം വേറെയിലുണ്ട്. മുഖമ്മയില് ആളുകൾ സ്വീകരണമൊക്കെ തന്നു, നമ്മുടെ സൂര്യ കൊടുത്തോലെ പിടവൂരിലെ മാന്യ മഹാജനങ്ങൾ മുഹമ്മയില് സൂര്യക്ക് കൊടുത്തതിന് മുമ്പേ എനിക്ക് തന്നിട്ടുണ്ട്. അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കുറെ കാലമായില്ലേ? കുറെ കാലമായി. അവര് അതോടെ നിർത്തിയോ പരിപാടി? ഇല്ല നിർത്തിയിട്ടില്ല, ഇവിടെ ഉണ്ടല്ലോ ഇപ്പോഴും. പോകുന്നില്ല നമ്മള് കണ്ടതിന് ശേഷം ഈ കരിയറിൽ വല്ല വെച്ചടി കയറ്റമല്ലോ ഉണ്ടായോ? അങ്ങനെയല്ല, ഞാൻ ഈ കയറ്റവും ഇറക്കത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷെ കയറ്റവും ഇറക്കവും ഇല്ലെങ്കിൽ നിലനിന്ന് പോകുന്നുണ്ട് സാർ. അങ്ങനെ ഒരു ഓളത്തിൽ അങ്ങ് പോകുന്നു, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇന്നിപ്പോ നമ്മുടെ ഒരു മ്യൂസിക് കലാകാരൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന ഐറ്റത്തിന്റെ പ്രശ്നമാണോ? ഐറ്റത്തിന്റെ പ്രശ്നമുണ്ട്, പേയ്മെന്റിന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ടല്ലേ സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായി പോകും. പിന്നെ മാർഗമില്ല അല്ലേ? അല്ല സാറേ, പണ്ടൊക്കെ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു സീസണിൽ കളിക്കാൻ വെച്ചേക്കണം, ഇപ്പൊ നാടകമൊക്കെ പോലെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. നമ്മളിപ്പോ സ്റ്റേജിൽ ഒരു ഐറ്റം ചെയ്താൽ ഫ്രണ്ടിൽ വന്ന് വെച്ചാൽ ക്യാമറ എടുത്ത് വെച്ചിട്ട് മൊബൈലിൽ വെച്ചിട്ട് അപ്പൊ തന്നെ വൈറലാ. പുറത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഐറ്റം നമുക്ക് ചെയ്യാൻ പറ്റില്ല. എല്ലാ സ്റ്റേജിലും നമുക്ക് പുതിയ ഐറ്റം ഉണ്ടാക്കല് നടക്കില്ല. അങ്ങനെ പറയണ എന്നിട്ട് ഏതായിട്ടോ പുതിയത് ചെയ്യണത്. ഞാൻ യൂസഫ് ഖാനെ പോലെയല്ല പുതിയ ഐറ്റങ്ങൾ ചെയ്യണത്. മാത്രമല്ല പിന്നെ ഇപ്പോൾ ഒരു കേട സംസ്കാര കാലമാണ്. ഇപ്പോൾ ഈയിടെ ഞാനൊരു കല്യാണ സ്ഥലത്ത് നിന്നപ്പം ഒരു പയ്യൻ സ്വന്തം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂവിനെ ഞാൻ കൊടുക്കാം. അവനെ ഒന്ന് നോക്കി, നന്നായിട്ട് മീശൊന്നും മുളച്ചിട്ടില്ല. അവനെ ഞാനൊന്ന് എസ്റ്റിമേറ്റ് എടുത്തു. കാര്യം ഞാൻ ആലോചിച്ചത് നമ്മളിപ്പോൾ ഈ പണി തുടങ്ങിയപ്പോൾ ഇവൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇല്ല, വാളെ പോലും ഇല്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ യൂട്യൂബ് ചാനലിൻ്റെ പേര് പറഞ്ഞു. ചാലക്കുടി പ്രസിദ്ധ കൂട്ടല്ല, നല്ല യൂട്യൂബ് ചാനലാണ്. അപ്പോൾ നല്ല യൂട്യൂബ് ചാനലാണ്, പേരെ കേട്ടാൽ രസമുണ്ട്. അപ്പോൾ ഇവൻ പറയാ, ചുമ്മാ അല്ല സാറേ 14K ഉണ്ട്, അവൻ്റെ കൂടെ 14K ഉണ്ടെന്ന്. എന്തൊരു കാലമാണെന്ന് ഞാൻ ആലോചിച്ചു. അപ്പം ഞാൻ ഭക്ഷണം കഴിക്കട്ടെ പോനെ, പിന്നെ കാണാമെന്ന് പറഞ്ഞു. ഓക്കെ പ്രീതിമ, എന്തൊക്കെയാ പ്രീതിമ കഴിഞ്ഞ തവണ കണ്ടിട്ട് പ്രീതിമ എങ്ങോട്ട് പോയി? പിന്നെ ഞാൻ ഈ ഭാഗത്തോട്ട് എന്നെ ആരും വിളിച്ചില്ല, അതുകൊണ്ട് വന്നില്ല. അപ്പോൾ ലേഡി കോട്ടയം നസീർ എന്നാണല്ലോ ഇപ്പോൾ പറയുന്ന ആള്. ചുമ്മാ നാണം കെടുത്തല്ലേ? ആർക്കാ നസീർ നാണക്കേടോ? നിങ്ങൾക്ക് നാണക്കേടോ? അല്ലേ അയ്യോ അങ്ങനല്ല ഞാൻ പറഞ്ഞ. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പെർഫോം ചെയ്യല്ലോ. അല്ല, അതാള് വിലയിരുത്തിക്കൊള്ളും. നമ്മുടെ ആൾക്കാരുടെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലേ, അതൊന്നും വേറെയാ. പുതിയ നമ്പറും എല്ലാം വന്നോ? ശിവാംഗി കൃഷ്ണകുമാറിന്റെ പുതിയ കുട്ടി തമിഴ് മലയാളം വേറെ ഭാഷയാക്കി ബിന്നി കൃഷ്ണകുമാർ ടോപ്പ് സിംഗറിൽ. അതെ മ്യൂസിക് അവാർഡ്സിലൊക്കെ ഉണ്ടായിരുന്നു. ശിവാംഗി തമിഴിൽ ഭയങ്കര ഹിറ്റാ, സോഷ്യൽ മീഡിയ ഹിറ്റാ. ഇവിടുത്തെ ഇന്റർവ്യൂസ് ഒക്കെ ഭയങ്കര ഹിറ്റാ മലയാളത്തിൽ. അപ്പൊ ശിവാംഗിയുടെ വോയിസ് ചെയ്യാണ്.
ഇന്ന് രാവിലെ ചെന്നൈയിൽ ഫ്ലൈറ്റ് കയറുമ്പോ ആസിഫ് അലിനെ കണ്ടാ നല്ലായിരിക്കുമെന്ന് ഞാൻ ആലോചിച്ചു. താഴെ ഞാൻ ഫോട്ടോ എടുക്കാൻ പോയി. ആസിഫ് അലി ഷോർട്സ് ഇട്ട് വാക്കിംഗ് പോവാ ഞാൻ കണ്ടു താഴെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാണോ? നന്നായിട്ട് ഇത് ചെയ്യുന്ന ശിവാംഗി മാത്രമേ ഉള്ളൂ. പ്രീതിമ, ഞാൻ സാറിന്റെ 2-3 വയസ്സല്ലേ കേട്ടിട്ടുള്ളൂ. അതല്ല ഞാൻ പറഞ്ഞറിയോ, ഇത് ശിവാംഗിക്കല്ലേ ഏറ്റവും നന്നായിട്ട് പറയാൻ പറ്റുക. അയാളുടെ അല്ലേ ഈ സംഭവം. അതേ പറഞ്ഞു. പ്രീതിമ സൂപ്പർ. സാറേ, ശിവാംഗി ഞാനൊന്ന് എടുത്തു നോക്കട്ടെ. ഓക്കെ. അപ്പൊ പ്രീതിമ ഒന്നിരുന്നു. പെട്ടെന്നാവണം. അടിമാലിക്ക് സത്യമാഷൻ എടുക്കാനാണ്. അമ്മ പറഞ്ഞ് ഫ്ലവേഴ്സ് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഷ്ടമാണെന്ന്. അതുകൊണ്ട് അമ്മയോട് ഞാൻ ഒന്നും പറയില്ല. അമ്മനെ ഒരുപാട് പേര് തേച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ പറഞ്ഞ പോലെ ഞാനും പാടും. ഞാനും ഭയങ്കര കഷ്ടത്തിലാണ്. ടെലിവിഷൻ സിനിമാ രംഗത്ത് 4 പതിറ്റാണ്ട് പിന്നിട്ട പ്രശസ്ത തെസ്നീഖാൻ ഇനി ശിവാംഗിയെ കൊണ്ട് രക്ഷപ്പെടാൻ പോവാ. അല്ല സാറേ, ജോർജിനെ എടുത്ത ആളെ മനസ്സിലായില്ല. ഞാൻ ആരാണ് ശിവാജി എന്ന്. ജോർജോ, ഈ ജോർജ് പറയാണ് ശിവാനി എന്ന് പറഞ്ഞു. ശിവാജി. ജോർജ്, യു ആർ എൻ ഔട്ട്ഡേറ്റഡ് മാൻ. ആരാന്ന് മനസ്സിലായോ? വെറുതെ പറയാണ്. ആ കൊച്ചിന്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു. ശിവാംഗിയുടെ ശിവാജി അല്ലേ? ശിവാജി അല്ല. അതാ തന്നെ പറഞ്ഞത്. ശിവാംഗി. ശിവാജി ഫീമെയിൽ ടോണിൽ പറഞ്ഞതാണ്. അഥവാ ശിവാംഗിയെ കാണാൻ പറ്റില്ലെങ്കിൽ യു വാച്ച് ഫ്ലവേഴ്സ്. അവിടെ ബിന്നി ഇരിപ്പുണ്ട്. ബിന്നി കൃഷ്ണകുമാറിന്റെ മകള്. ഓക്കെ, റെഡി. അപ്പൊ പ്രതിമ, ഒരു ഐറ്റോട് ഉണ്ടല്ലോ അടുത്ത നമ്മുടെ ചോട്ടാ മുംബൈ സിനിമയ്ക്കകത്ത് മുകേഷ് സാറിന്റെ അമ്മ മണിച്ചേട്ടൻ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ശബ്ദം. നീ നോക്കണ്ടടാ, നിന്റെ അച്ഛൻ പുഴുത്തു ചാവുപെടാ. എന്റെ മോൻ നശിച്ചു പോണേ, എന്റെ മോൻ നശിച്ചു പോണേ. സുജയ പാർവതി. ഓക്കെ. സാർ എനിക്ക് ഗുരുവാണ്. യഥാർത്ഥത്തിൽ വിഷ്വൽ മീഡിയയിലേക്ക്, ആ മാധ്യമ പ്രവർത്തനം എന്നുള്ളതിന്റെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹമാണെങ്കിലും ആ വിഷ്വൽ മീഡിയയിലേക്ക് വരാനുള്ള കാരണം ആ NV നികേഷ് കുമാർ എന്ന് പറയുന്ന ആ തീപ്പൊരി റിപ്പോർട്ടറാണ്. സാറിനെ മിറ്റേഴ്സിലേക്ക് ചീത്തയൊക്കെ പറയും, ആ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെ ഒരു ഗുരു ശിഷ്യോട് പറയുന്നത് പോലെ ഞാൻ എടുത്തിട്ടുള്ളൂ, ആ പ്രേക്ഷകരും അങ്ങനെ എടുത്തിട്ടുള്ളൂ എന്നാണ് കരുതുന്നത്. ഒത്തിരി സന്തോഷമുണ്ട് സാറേ. കാരണം എല്ലാ വർഷവും ഓണത്തിന് ഇവിടെ വരാനുള്ളൊരു വലിയൊരു ഭാഗ്യം എന്താണെന്ന് അറിയാൻ പറ്റില്ല. എനിക്കൊന്ന് ഹരിമാഷം ഒന്ന് കാണണം. കാരണം കൃത്യമായിട്ട് ഈ ഓണം എന്ന് പറയുമ്പോൾ സാറിനെ കാണാനുള്ളൊരു ഭാഗ്യം ഈ പരിപാടി അല്ലേ, അത് നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യം. കാരണം സ്റ്റാർ മാജിക്കിൽ ഒരു വർഷം ഓണത്തിന് വന്നു, കഴിഞ്ഞ വർഷം ഇതേ പരിപാടിക്ക് ഓണത്തിന് വന്ന്, വീണ്ടും ഈ വർഷം അടുത്ത ഓണത്തിന് നമ്മൾ കാണും. തീർച്ചയായിട്ടും കാണും. ഓണ ദിവസത്തിന് അന്ന് രാവിലെ തന്നെ നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട് നമ്മൾ സംസാരിക്കും. ഓക്കെ. അപ്പൊ മധു പുന്നപ്ര എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടെ പണ്ട് സിനിമകളെ കുറിച്ച് ഒത്തിരി പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ സിനിമയിൽ തന്നെ നിരവധി ബന്ധങ്ങളുള്ളവർ ഇപ്പൊ കൂടുതൽ വരുന്നൊരു സമയം. അപ്പൊ അവരെ വെച്ചുകൊണ്ട് ഒരു ഏതൊക്കെയാണ് ബന്ധങ്ങളെന്ന് വെച്ചുകൊണ്ട് ഒരു പാട്ട് പാടാം. ഓക്കെ. ഉർവശിയുടെ ചേച്ചി കൽപ്പന, ജയറാമിന്റെ മകൻ കാളിദാസൻ, സുകുമാരന്റെ ഭാര്യ മല്ലികെ, മകൻ പൃഥ്വി, ഇന്ദ്രജിത്തും ഭാര്യ പൂർണിമയും. ഉർവശിയുടെ ചേച്ചി കൽപ്പന, ജയറാമിന്റെ മകൻ കാളിദാസൻ, സുകുമാരന്റെ ഭാര്യ മല്ലികെ, മകൻ പൃഥ്വി, ഇന്ദ്രജിത്തും ഭാര്യ പൂർണിമയും. മമ്പൂക്കതൻ മകനായ ദുൽഖർ സൽമാനും, ലാലേട്ടൻ മകനായ പ്രണവുമുണ്ടേ. ആസിഫിന്റെ അനുജന അഷ്കർ അലി, പിന്നെ ശ്രീനിവാസൻ മക്കൾ ധ്യാനും വിനീത്. ഉർവശിയുടെ ചേച്ചി കൽപ്പന, ജയറാമിന്റെ മകൻ കാളിദാസൻ, സുകുമാരന്റെ ഭാര്യ മല്ലികെ, മകൻ പൃഥ്വി, ഇന്ദ്രജിത്തും ഭാര്യ പൂർണിമയും. രവിയുടെ മകനായ ശ്രീജിത്തും, അബിയുടെ മകനായ ഷൈനികവും, ഹരിശ്രീ അശോകന്റെ മകനായ അർജുനും, ശാലിനിയുടെ അനുജത്തി ശാമിലിയും. ഉർവശിയുടെ ചേച്ചി കൽപ്പന, ജയറാമിന്റെ മകൻ കാളിദാസൻ, സുകുമാരന്റെ ഭാര്യ മല്ലികെ, മകൻ പൃഥ്വി, ഇന്ദ്രജിത്തും ഭാര്യ പൂർണിമയും.
പ്രിയദർശൻ മകളായ കല്യാണിയും പിന്നെ മേനകതൻ മകൾ കീർത്തിയുണ്ടേ. രാജൻ ബി ദേവിൻ്റെ മകനായ ജൂബിലും മുകേഷിൻ മകനായ ശ്രാവണുണ്ടേ. ഉർവശിയുടെ ചേച്ചി കൽപ്പന, ജയറാമിൻ്റെ മകൻ കാളിദാസൻ, സുകുമാരൻ്റെ ഭാര്യ മല്ലിക, മകൻ പൃഥ്വി, ഇന്ദ്രജിത്തും ഭാര്യ പൂർണിമയും. 36 വർഷമായുടെ ബെൻസേ. ജോർജ് സാർ പറയുന്നത് അല്ലേ? സ്നേഹ ശ്രീകുമാർ പഴയ മണ്ടോതിരിയൊക്കെ മറന്നിട്ടില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ? തന്നെ നിൽക്കുക അല്ലേ? അതെ അതെ അതെ. എത്ര കൊല്ലം പോകും ഇനിയിപ്പോ? ഇപ്പൊ 15 വർഷമായിട്ടുണ്ട്. 30 കൊല്ലം തയ്ക്കുവോ? ഇല്ല, ഒരു 90 വയസ്സ് വരെ അങ്ങനെ പോണോന്നാണ്. ജനങ്ങളുടെ ക്ഷമാശീലം അനുസരിച്ച് പോകും മുന്നോട്ട് അല്ലേ? അതെ അതെ അതെ. ജീവിതത്തിൽ മറിമായ എന്തെങ്കിലും സംഭവിച്ചോ? ജീവിതത്തിൽ ഓരോ നിമിഷവും മറിമായി സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഒരു പുതുമയൊന്നുമില്ല നമുക്ക്. ഇല്ല, അതിൽ ഒരു പുതുമയില്ല. ഈ നസീർ ഒരു നോട്ടം, അപ്പൊ എന്താ കാര്യം? അങ്ങനെ നോക്കുന്നു തോന്നുന്നുണ്ടോ? അതിന്റെ കാര്യമില്ല, അതാ ഞാൻ എന്താണെന്നറിയോ, നസീറിനൊരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ സ്നേഹയോട് സംസാരിക്കുമ്പോൾ സ്നേഹയിൽ മാത്രം എന്റെ കണ്ണുടക്കി കിടക്കുന്നു ഈ അല്ലേ? അപ്പൊ ഞാൻ ഈ നസീറിന് സ്വഭാവം അറിയാവുന്നതുകൊണ്ട് ഞാൻ പേരിൽ മാത്രമേ ഉള്ളൂ നസീർ, പ്രവൃത്തിയിൽ തങ്കച്ചനാ. പ്രവൃത്തിയിൽ ജോസ് പ്രകാശ്. കറക്റ്റ് കൈകോട് കറക്റ്റ് കൗണ്ടർ അല്ലേ? ഓക്കെ, ഒരാളിന്റെ കൗണ്ടറിന്റെ പകുതി അടിച്ച് മാറ്റില്ല കേട്ടോ. സ്നേഹ ഇവിടെ വന്നപ്പോഴേ സ്നേഹ എന്നോട് പറഞ്ഞ് എനിക്കൊന്നും മൈക്കൊന്നും വേണ്ട, നിങ്ങളിലൊക്കെ മൈക്ക് വെച്ച് നിങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഞാൻ ഇവിടെ വന്നേക്കണ ഒരു ഉദ്ദേശമുണ്ട്. ഞാനൊരു 5 സാരി ആയിട്ടാണ് വന്നേക്കണത്. അത് ഞാനിങ്ങനെ മാറി മാറി റീൽസ് എടുക്കും, എന്നിട്ട് എൻ്റെ യൂട്യൂബിലിടും. 10 കച്ചവടം കിട്ടും. അടിപൊളി 5 സാരിയുമായിട്ടാണ് വന്നേക്കുന്നത്. സ്വന്തമായിട്ട് അടിപൊളി ഒരു ഓൺലൈൻ ബിസിനസ്. സ്നേഹ 5 സാരിയും വെച്ചിട്ടുള്ള യൂട്യൂബ് ചാനൽ എങ്ങനെ? 5 സാരി വെച്ചിട്ടുള്ളതല്ല, എനിക്കിപ്പോ സാരിയുടെ ബിസിനസ് ഉണ്ട്. സാരിയുടെ ബിസിനസ് ഉണ്ട്? ഉണ്ട്. എങ്കിൽ പിന്നെ അത് പറയണ്ടേ? ഓണമായിട്ട് 10 രൂപ വാങ്ങിക്കണ്ടേ? അയ്യോ ശരിയാ. എന്റെ നല്ല സാരികൾ ആവശ്യമായി വരുമ്പോൾ സമീപിക്കുക. എന്റെ സ്റ്റോറിന്റെ പേര് ഓസ്കി എന്നാണ്. ഓസ്കി ഡിസൈൻസ് എന്നാണ്. ഇതാരാ വല്ല വിവരമുള്ളവരാണോ ഡിസൈൻ ചെയ്യുന്നത്? സാറ് എന്നെ പറ്റി എന്നാ ധരിച്ചേക്കണേ? ഞാനല്ലേ, ഞാനിത് സ്നേഹയാണ്, പിന്നെ ചോദ്യമില്ല. സാറിന് ഓർമ്മയില്ലേ സാറിന്റെ ഷോയിൽ ഞാൻ എങ്ങനെയാ വന്നേന്ന് ഓർമ്മയുണ്ടോ? ഫ്ലവേഴ്സിന്റെ എംബ്ലൊക്കെ ഇട്ടിട്ട്. അത് ഓസ്കി ഡിസൈൻസിന്റെ ആയിരുന്നു. ആ സാരിയും സ്ട്രീറ്റ് ഷർട്ടും കേദാർ വരെ ആ കുഞ്ഞി ഷർട്ട് ഇട്ടുകൊണ്ടാണ് വന്നത്. ആ പടം വീട്ടിൽ വെച്ചിട്ടുണ്ടോ? ആ ഷർട്ട് ആ ഡ്രസ്സൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അത് സൂക്ഷിച്ചു വെക്കണം, ആവശ്യം വരും ഉറപ്പായിട്ടും. പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് അങ്ങനെ ചോദിക്കാൻ. ഓൺലൈനിലുണ്ട്, പിന്നെ പനമ്പള്ളി നഗർ നമുക്കൊരു സ്റ്റോർ ഉണ്ട്. സാരീസ് ആണ് കൂടുതൽ. ഏത് ബസ് സ്റ്റോപ്പിൽ നിന്ന് വണ്ടി കിട്ടും പറഞ്ഞേര്, ഈ ആൾക്കാർ പറയുന്നുണ്ട് സ്നേഹയുടെ ഈ ചിരിയാണ് തങ്കച്ച ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലെ? തങ്കച്ച മയങ്ങി പോയിട്ട് കിണികിണിന്ന് വീഴും അല്ലേ? ഞാൻ ഈ യൂട്യൂബ് ചാനൽ കാണുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഈ കമന്റ് ആണ്. കലാകാരന്മാരുടെ കമന്റ് ഉണ്ടല്ലോ, അതിനകത്ത് നല്ല കമന്റാ. ഒരു 1.5 കൊല്ലത്തേക്ക് തികയുന്ന കമന്റ് വരുന്നുണ്ട്. ചിരിക്ക് എന്താ സംക്രാന്തിക്ക് ഒരു സംശയം? നല്ല ചിരിയാണ്. അല്ല, എനിക്കൊന്ന് നമുക്കൊരു ഓണസമ്മാനം പോലെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കായിട്ട് ആ ചിരി ഒന്ന് സമ്മാനിച്ചാലോ? യൂട്യൂബ് ചാനലിൽ ആള് വരട്ടെ. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ചിരിക്കാൻ പറ്റില്ല. അങ്ങനെയല്ല, എനിക്ക് തമാശയായിട്ടല്ലേ ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നസീറിന് പറ്റാത്ത കാര്യമാണ്. വലിയ ബുദ്ധിമാനാ, മനസ്സിലായില്ലേ സ്നേഹ? എപ്പോ ഐറ്റം മാറിയെന്ന് മനസ്സിലായി ഐറ്റം വരെ കയറി ജഡ്ജായി. കാര്യം പുതിയ പിള്ളേർ വന്ന് അല്ലേ നമ്മുടെ അടൂര് അല്ലേ? കറക്റ്റ് അല്ലേ? നമ്മുടെ കച്ചവടം എങ്ങനെ കഴിക്കുന്ന അടൂര്? പത്തനാപുരത്ത്. ആ കട എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ പോകുന്നുണ്ട്. അവിടെ ഇത് ഐറ്റം വരെ കടയുടെ പേര്? പൊടിയും കൊച്ചാട്ടന്റെ ചായ. പൊടിയും കൊച്ചാട്ടന്റെ കട അല്ലേ? പൊടിയും കൊച്ചാട്ടന്റെ കട. ഇപ്പൊ ഈ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരാൾ പറയുന്നുണ്ടായിരുന്നു പൊടിയും കൊച്ചാട്ടന്റെ കടയെ കുറിച്ച്. അവിടെ എന്തോ ഇത്രയും വലിയ ഐറ്റം ആൾക്കാരെ പറയാൻ വേണ്ടി? അതല്ല, ഇവിടെ ഈ ഐറ്റത്തിൽ വന്ന് പിന്നെ ഞങ്ങളുള്ള സ്നേഹം കൊണ്ട് വരുന്നത്. നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണോ കട നടന്നത്? അല്ല, 3 പേർക്കും ഓരോ കടകളുണ്ട്. ഓരോ കടയുണ്ട്. സുജിത്തിന്റെ കടയുടെ പേരെന്തുവാ? പുഴുക്കടയായിരുന്നു. പുഴുക്ക് കട അതുണ്ടോ ഇപ്പോഴും? അതിപ്പം കുറച്ച് നാളുകൊണ്ട് ഒരു അവിടെ വെള്ളം കടയിലൊക്കെ. എവിടെയായിരുന്നത്? നമ്മുടെ നാട്ടിൽ പൂങ്കാവില്. പുഴുക്ക് കട. പിന്നെ അടുത്ത ഓരോ ഹരി സാറേ, ഞാൻ വൈഫിന് ഒരു തയ്യക്കട ഇട്ട് കൊടുത്തു. തയ്യക്കട ഇട്ടു. കടയുടെ പേര് വനജ ടീച്ചറുടെ തയ്യൽക്കട. വനജ ടീച്ചറുടെ തയ്യക്കട.
സാറേ ഞങ്ങള് ഭയങ്കര ഫാൻ. സാറേ ഈ സുജിത്തെ ഇവിടെ വന്നതിന് ശേഷം സുജിത്തിന് കല്യാണമായി, ഒരുപാട് ലൈനൊക്കെ ആയി. ഒരുപാട് ലൈൻ കല്യാണം കഴിഞ്ഞാണ് ഒരുപാട് ലൈനായി. ഒരുപാട് ലൈനൊന്നും ആയില്ല. ലൈനൊന്നും ആയില്ലയോ? അങ്ങനല്ല, ആരെയും പിടിച്ച് പൊട്ടിച്ചോ ലൈൻ? അങ്ങനല്ല. കല്യാണമായോ? അറേഞ്ച്ഡ് ആയിട്ട് ഒരാളിങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് പറയുന്നൊന്നും കൂടെ കൊണ്ട് കിടക്കരുത്. എനിക്കതേ പറയുള്ളൂ. അപ്പൊ നമുക്ക് കുറെ കാര്യം ഓപ്ഷൻസ് ഒരുപാട് വരുമല്ലോ. ഐറ്റം വേറെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് വരും. അപ്പൊ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, നല്ല ശരീനയായ പെൺകുട്ടിയായിരിക്കണം. അയ്യോ, എനിക്കോ? അത് ആ പെൺകുട്ടി അതുപോലെ വിചാരിച്ചിരിക്കുകയായിരിക്കും. പുളിമുളിച്ചന്റെ കട ഫേമസ് ആയിട്ടുണ്ട്, ടീച്ചറിന്റെ കടയും ബെറ്ററാ. അപ്പൊ രാജേഷ് എങ്ങനെയുണ്ടായത് ഈ ഐറ്റത്തിന് മുമ്പും? ഇത് ഐറ്റം വേറെ ഐറ്റത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതൊരു ചെറിയ ഐറ്റം ആയിരുന്നു, വലിയ ഐറ്റം അല്ല. ചെറിയ ഐറ്റം അല്ല, ഇത് വലിയൊരു ഐറ്റം അല്ലേ. ഞങ്ങളുടെ 3 പേരുടെയും ജീവിതം മാറ്റിമറിച്ച് അല്ല, വരുമ്പോ ഒരു ചെറിയ ഐറ്റം ആയിട്ട്. അതെ അതെ അതെ. ഇപ്പൊ നടക്കുന്ന ഇവിടെ വരുവാനും കാണുവാനും കഴിഞ്ഞത് അത് ശരിയായില്ലേ? അതെ അതെ. പിന്നെ ഞങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള ഭാഗ്യം കിട്ടി. ഇവിടൊക്കെ പോയി. ഇപ്പം ഖത്തറിൽ പോയി. ഇനി പോയനോ ഈ അമേരിക്കയിൽ ഇറക്കുമതി ചുങ്കം കൂട്ടിയത്? കാര്യം ഇത് ഈ ഐറ്റങ്ങൾ ഇനി അവിടെ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ എങ്ങനെയുണ്ട്? അമേരിക്ക പോയോ? ഇല്ല, UK പോകുന്നുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്. നിങ്ങൾ വിദേശ നാടുകളിലൊക്കെ ഇപ്പോഴും ബുക്കിംഗ് തുടരുന്നുണ്ടോ? ഉണ്ട്. ആഫ്രിക്കയിൽ പോയോ? ആഫ്രിക്ക പോയില്ല. അവിടെ 1-2 പേര് അന്വേഷിക്കുന്നുണ്ട്. പൊടിമുളച്ചേട്ടന്റെ അത് എന്നെയല്ല, സുജിത്തിനെ. ഞങ്ങൾ ഖത്തറിൽ പോയിട്ടേ ഖത്തറിൽ പോയിട്ട് ഞങ്ങൾ റൂമിന്റെ പുറത്തോട്ട് ഇറങ്ങിയപ്പം പറയട്ടെ, പറഞ്ഞു ഒരു വെസ്റ്റ് ഇൻഡീസ് ഒരു പുള്ളിക്കാരൻ, ഇവ സുജിത്താണ് അവിടെ ചെന്ന് ഇറങ്ങി കണ്ണാടിയൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞ് വെസ്റ്റ് ഇൻഡീസ് ആൾക്കാർ വന്ന് നിൽക്കത്തില്ല, അതേപോലെ പിന്നെ കിട്ടണോ ഇറങ്ങിയിരിക്കുക. പുള്ളിക്കാരൻ വന്നിട്ട് ചോദിച്ചു പുള്ളിയെടുത്ത് നാട്ടിൽ നിന്ന് എപ്പം വന്നെന്ന്. ഖത്തറിൽ ചെന്നപ്പോ പുള്ളി ഒന്ന് എന്തോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ രണ്ടുകൂടും സംസാരിക്കുന്ന കണ്ടുകൊണ്ട് ഇവർ രണ്ടുകൂടെ എന്ന് പറഞ്ഞു അവർ 2 സുഹൃത്തുക്കളെ നാട്ടുകാരാന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞതാ, എനിക്ക് ഭാഷയൊന്നും മനസ്സിലായില്ല. അല്ല, ഇത് വിദേശ നാടുകളിലൊക്കെ നമ്മൾ ചെന്നപ്പോൾ റിസപ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അവര് ഭയങ്കര കെയറിങ് ആയിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഓരോരുത്തർ വന്നിട്ട് നമ്മളെ പങ്കിന് പുറത്ത് കൊണ്ടുപോകുന്നേ. പങ്കിന് ഇങ്ങനെ ജോർജ് ഇപ്പൊ ആലോചിച്ചു, ഗുഡ് ഓൾഡ് ഡേയ്സ് അല്ലേ ജോർജ്? ആദ്യമായിട്ട് മമ്മൂട്ടിയുടെ കൂടെ ഷോക്ക് പോയ വേഗവ്യക്തി ഇതാണ്. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്? വിമാനം കണ്ടുപിടിച്ചിട്ടില്ല, മുമ്പ് പോയതാണ്. 1987 നീന്തിയ പോയത്. വനജ ടീച്ചറിന്റെ തൈക്കട നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. നന്നായിട്ട് പോകുന്നുണ്ട് സാറേ. അവിടെ എന്തൊക്കെയാ തയ്ച്ചു കൊടുക്കുക? അവിടെ ചുരിദാർ, ബ്ലൗസ്. തയ്ക്കാൻ വൈഫുണ്ട്, പിന്നെ ഒരാളെ വെച്ചിട്ടുണ്ട്. ആളെ വെക്കേണ്ടി വരുമോ? ചിലപ്പോൾ വെക്കേണ്ടി വരും. അല്ല, നല്ല മാറ്റമുണ്ട് ജീവിതത്തില്. അതുപോലെ കവിത ഉണ്ടോ കയ്യില്? കവിതയില്ല, സജിതയുണ്ട്. ഭാര്യയുടെ പേരല്ലേ സജിത? കല്യാണം കുറിച്ചിട്ട് കുറെ കാലമായോ? 19 വർഷമായി. കഷ്ടമായി ഐറ്റം വരുന്നതിന് മുമ്പേ അങ്ങ് തുടങ്ങി കല്യാണം. അല്ലെങ്കിൽ ഇപ്പൊ ഭയങ്കര മാർക്കറ്റായിരുന്നു ഇതിന്. ഒരു പാട്ട് പാടിയല്ലോ, താങ്കൾ പാട്ടൊക്കെ പാടുന്നത് കണ്ടിട്ടുണ്ടല്ലോ ടിവിയില്. അച്യുതൻ കൊച്ചു മുകിൽ വർണ്ണൻ ദേവകി തന്നെ കൊച്ചു കൃഷ്ണനുണ്ണി പിറന്നേ. അച്യുതൻ കൊച്ചു മുകിൽ വർണ്ണൻ ദേവകി തന്നെ കൊച്ചു കൃഷ്ണനുണ്ണി പിറന്നേ. ഹരി ഹരി ഹരിയായി തിരിരാരോ, ഹരി ഹരി ഹരിയായി തിരിരാര. ഗോപസ്ത്രീകൾ ചെന്നടുക്കയും മടിയിൽ വെച്ച് കുഞ്ഞിനു മൂല കൊടുക്കയും. ഗോപസ്ത്രീകൾ ചെന്നെടുക്കയും മടിയിൽ വെച്ച് കുഞ്ഞിനു മൂല കൊടുക്കയും. ഹരി ഹരി ഹരിയായി തിരിരാരോ, ഹരി ഹരി ഹരിയായി തിരിരാര. ഹരി ഹരി ഹരിയായി തിരിരാരോ, ഹരി ഹരി
കട്ട ഫാനാണ് കേട്ടോ ഞാന്. അന്നല്ലേ? ആ പിള്ളേരെ അയ്യോ എന്റെ ദൈവമേ ഇതുങ്ങളുടെ ഈ ഓണാശംസ പറഞ്ഞ അവർക്ക് അയ്യോ ഒന്ന് അവർക്ക് പണ്ടത്തെ ആ പിള്ളേരുടെ എന്തെങ്കിലുമൊക്കെ ടെൻഷൻ വരുമ്പോ ഉണ്ടല്ലോ ചിരിക്കാൻ വേണ്ടിട്ട് ഇവരുടെ വീഡിയോസ് ആണ് എടുത്തിരുന്ന് കണ്ട് 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 അയ്യോ എന്ത് രസം സത്യം പറഞ്ഞ ഭയങ്കര ആരാധനയായി പിള്ളേരോട്. ബീനയ്ക്ക് ഒരു സ്നേഹം വായ്പ പ്രകടിപ്പിക്കണമെന്നുണ്ടോ? ആലിംഗനം ചെയ്യണോ അവരെ? ഞാൻ ചെയ്യണം സാർ, ചെയ്യണം തീർച്ചയായിട്ടും. ഒരാളെ പിടിച്ചോളൂ ആലിംഗനം ചെയ്യും, രണ്ടുപേരെ അവർ താങ്ങത്തില്ല, അവര് താങ്ങത്തില്ല. ഫാനാണോ? യൂട്യൂബ് ചാനൽ കാണാൻ എന്നാ വൺ ബൈ വൺ കൈ അടിച്ചു കൊടുക്കൂ, കൈ അടിച്ചു കൊടുക്കൂ. വൺ ബൈ വൺ ഇനി കുടിപ്പടച്ചേട്ടൻ്റെ ചായക്കട, ഓക്കെ ഓക്കെ. വരഞ്ചേട്ട തയ്യക്കട, ഓക്കെ ഓക്കെ റെഡി. ഒന്ന് ആലിംഗനം ചെയ്യൂ. ഇത് എന്നാ ആലിംഗനം? സത്യത്തില് ബിനു ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത്, ഈ ആലിംഗനം. ഇവിടെ ഇരുന്ന് പറയാ എന്റെ യൂട്യൂബ് ചാനൽ ഭയങ്കര ഹിറ്റ് ആണല്ലോ. ഓക്കെ റെഡി റെഡി. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം? ബീന ആന്റണി എത്ര വർഷമായി? 40 കൊല്ലമായില്ലേ ബീന? സാർ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ സാർ. ഒരു കാര്യം സാർ, രാകേഷ് പത്തനാപുരത്തുള്ള ആളാണ്, ഇവരെല്ലാം അടുത്തടുത്തുള്ളതാണ്. അപ്പം ഞാൻ ഇവരുടെ പ്രോഗ്രാം വൈറലായതിനു ശേഷം ആദ്യമായി പങ്കെടുക്കുന്ന ഒരു പരിപാടി പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിലായിരുന്നു. അപ്പം വളരെയേറെ ആരാധകരുള്ള ആളാണ്. പക്ഷെ ഇവര് ഇത്രയും ഡൗൺ ടു എർത്താണ്. ഈയിടയ്ക്ക് ഒരു ഷാൻ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് എന്നോട് പറഞ്ഞത്, രാകേഷ് എങ്ങനെയായിരുന്നു പണ്ട് അതേപോലെ തന്നെയാണ്. അതുവഴി യാത്ര ചെയ്തപ്പം ഷാന്റെ വീട്ടിൽ പോയി എന്ന് വെച്ചാൽ ഈ സെലിബ്രിറ്റിഷിപ്പിൽ ജാടയില്ലാത്ത സെലിബ്രിറ്റി ആയത് ഇവർ അറിഞ്ഞിട്ടില്ല. അതാണ് ഇവരുടെ പ്രശ്നം. ഇവരെപ്പോ അറിയുന്നു അപ്പൊ തീർന്നു, അറിയരുത് കേട്ടോ. ഓക്കെ. അഞ്ജനയ്ക്ക് യൂസഫിനെ ആലിംഗനം ചെയ്യണമെന്ന് അത് ഞാൻ പറയാം സാറേ. ഈ ആലിംഗനം ചെയ്യപ്പോഴേ ഞാൻ ചോദിക്കുന്ന യൂസഫേ, അത് എന്നെ കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്താൽ വേണ്ട സാറേ, ഒരു ത്രില്ല് ഉണ്ടാവില്ല. ഇവിടെ എന്നെ ആലിംഗനം ചെയ്യണമെന്ന് പറയും. നിങ്ങളുടെ ആലിംഗനം ഞങ്ങൾക്ക് വേണ്ട. ആരാണ് എന്നെ ആലിംഗനം ആഗ്രഹമുള്ള ആളാണ്? ആർക്കെങ്കിലും ആലിംഗനം ചെയ്യണമെങ്കിൽ യൂസഫ് റെഡിയാണ്. അപ്പുക്കുട്ടൻ എന്നെ ആലിംഗനം ചെയ്യാൻ വേണ്ടി ഓണം പ്രമാണിച്ച്, തിരുവോണം പ്രമാണിച്ച് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ആലിംഗനമാണ്. അതിന് കാരണം പറഞ്ഞിട്ട് ആലിംഗനം ചെയ്യാൻ പാടുള്ളൂ. അല്ല, എന്നെ കോമഡിയിലേക്ക് കൊണ്ടുവന്ന എന്റെ ഗുരുവാ, എന്റെ ഗുരുവാ. അതെ, ഞാൻ ഒരു കാര്യം പറയാം, കണ്ടാ പറയത്തില്ല സാറേ. ഇത്രയും നന്നായിട്ട് കോമഡി ചെയ്യണത് വേറെ ആരുണ്ട്? ഇതൊക്കെ എന്ത് കോമഡി രണ്ടും ഇരിക്കണത്? ഇതിനെ ഞാൻ കോമഡിയിലേക്ക് കൊണ്ടുവന്ന ഞാനാണ്. എന്താണ് ഗുരു എന്നല്ല പറഞ്ഞല്ലോ. ആലിംഗനം കിട്ടിയില്ല. അത് കഴിഞ്ഞ അല്ല സാറേ, ഈ ആലിംഗനം ചോദിച്ചപ്പോ തെസ്നിച്ച് ഒന്നും കൊടുത്തില്ലല്ലോ. അപ്പൊ ഇങ്ങനെ എന്റെ ഗുരു അങ്ങനെ ഇരക്കുന്നതാണ് ഇപ്പൊ എനിക്ക് സഹിച്ചില്ല. അതുകൊണ്ടാണോ? യൂസഫേ ഒരു പ്രയോഗം കൂടെ പറഞ്ഞു നമ്മുടെ അപ്പുക്കുട്ടൻ. ആലിംഗനം ഒന്ന് ഇരന്ന് തിന്നരുതെന്ന്. അഞ്ജന അപ്പുക്കുട്ടൻ സത്യത്തിൽ കോമഡി ആർട്ടിസ്റ്റ് ആയിരുന്നില്ല. അല്ല ഒന്ന് എന്റെ സാറേ, അങ്ങനെ പറയല്ലേ കേട്ടോ. ആയിരുന്നില്ല. സാറൊരു നർത്തകിയായിരുന്നു. നർത്തകി നൃത്തം ചെയ്യുന്ന പെൺകുട്ടി, അതാണ് നർത്തകി. അപ്പൊ അങ്ങനെ നർത്തകിയായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഒരു അമേരിക്കൻ ട്രിപ്പ് വന്നപ്പോ ഞാനും ഉണ്ണിയാണ് അതിലുള്ളത്. മിമിക്രി ഉണ്ണി. മിമിക്രി ഉണ്ണി ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോള് ഒരു സ്കിറ്റ് ഉണ്ട്, അതിലൊരു ഫീമെയിലിന്റെ വേഷം ചെയ്യണം. ഫീമെയിൽ വേണം. 3 പേരുണ്ട്, ഒരു ഡ്രാമയാണ്. അപ്പൊ ഞാനും ഉണ്ണിയുള്ള. അഞ്ജനെ ഓർക്കാൻ കാര്യം അല്ല, അഞ്ജന ഡാൻസ് കളിക്കാൻ വേണ്ടി ഉണ്ട് അവിടെ ഉണ്ട്. അമേരിക്കൻ ട്രിപ്പിൽ ഡാൻസ് കളിക്കാൻ വേണ്ടി അഞ്ജന ഉണ്ട്. അപ്പൊ അന്ന് ഡാൻസറാണ്, നർത്തകി. കണക്കുകളൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അന്ന് ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് അഞ്ജനായിട്ട് ഞാൻ പറഞ്ഞു, അഞ്ജനെ ഞങ്ങളുടെ ഒരു സ്കിറ്റ് ഉണ്ട്, അതിലൊരു ഫീമെയിൽ സംഭവം ചെയ്യണം കോമഡി ആയിട്ട്. അയ്യോ ഞാനോ? അഞ്ജനെ നമ്മളിപ്പോ 3 പേരല്ലേ ഉള്ളു അമേരിക്കൻ ട്രിപ്പില്. അപ്പൊ ഉണ്ണി ഞാനും ഉണ്ട്, അഞ്ജനേ ഉള്ളൂ. നമുക്കൊരു ഒരു സ്കിറ്റ് ഉണ്ട്, അതിൽ 3 പേരുണ്ട്. അപ്പൊ അഞ്ജന ഒരു ഫീമെയിൽ വേഷം ചെയ്യണം. അയ്യോ കോമഡിയോ? എനിക്ക് പറ്റത്തില്ല. അയ്യോ അങ്ങനെ പറയരുത്. അഞ്ജന മാത്രമേ ഉള്ളൂ ഇവിടെ. ഡാൻസ് അഞ്ജനയ്ക്ക് പറ്റുമോ? ഞാൻ ഡാൻസറാണ്. ഡാൻസിനാണ് കൊണ്ടുവന്നത്. ഡാൻസിന്റെ മാജിക്കും പഠിച്ചു. ഷോ നടന്നില്ല, പക്ഷെ മാജിക്കും പഠിച്ചു. പിന്നെ കോമഡി പറയും. അതെ, അവസാനം ഞങ്ങൾ നിർബന്ധിച്ച് ചെയ്യാം. എനിക്ക് ചെയ്യാൻ പറ്റില്ല, അവർ ഞങ്ങൾ ചെയ്യിക്കാന്ന് പറഞ്ഞ് പഠിപ്പിച്ച്. ഇത് ജീവിതത്തിലെ ആദ്യ സംഭവമാണോ പറഞ്ഞു വഹിച്ച ഒരാളെ കോമഡിയാക്കിയത്? അതെ. അഞ്ജന മാത്രം അങ്ങനെ ഉള്ളൂ. അതിനുശേഷം ഞാൻ കാണുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഷോ നടന്നില്ല. പക്ഷെ എങ്കിലും
പിന്നീട് ഞാൻ അറിയപ്പെടുന്നത് സീരിയലിൽ കോമഡി ചെയ്യുന്നു, കൽക്കട്ട ഹോസ്പിറ്റലിൽ കോമഡി നടിയായിട്ട് വരുന്നു, മൊത്തം സ്കിച്ചിൽ കോമഡി, ഡാൻസ് ഉപേക്ഷിച്ച്. മാത്രമല്ല നമുക്കൊരു ഖ്യാതി അഞ്ജനയുടെ ഗുരുനാഥൻ. രണ്ടുപേര് ഞാനുമാണ് ഗുരുനാഥന്മാര്. ഗുരുവായത് ഉണ്ണി ഇല്ലാത്ത കാരണം ഫുൾ ക്രെഡിറ്റ് ഇപ്പൊ ഞാൻ എടുക്കുന്നു. എന്നാൽ ആലിംഗനം കഴിഞ്ഞല്ലോ, രണ്ടുപേരും സീറ്റിലേക്ക് മടക്കിക്കൊള്ളു. ഡിമാൻഡുകൾ കൂടി സാറേ, ഞാൻ തെസ്നിയുടെയും ഈനാരുടെയും ഒരു ആരാധകനാണ്. അവരുടെ എല്ലാ സീരിയലും ഞാൻ ഉറക്കൊഴിച്ചിരുന്ന് കാണുന്ന ആളാണ്. അതെ, വലിയ ആരാധകനാണ്. എന്തെങ്കിലും ഒരു മനസ്സിലായല്ലോ പുള്ളിക്ക് ആലിംഗനം ഈ ഓണക്കാലത്ത് ഓണത്തിനിടയ്ക്ക് മുട്ടുകച്ചവടം. അതെ അതെ അതെ, മനസ്സിലായോ? അതെ. മാത്രമല്ല ജോർജ് ഈ പണിയില്ല നാട്ടുകാർ പറയുന്നതിന് മൊത്തം ഇരുന്ന് സീരിയൽ കണ്ടോണ്ടിരിക്കുകയാണ്. വെളുക്കുന്നവരെന്ന് കാണും. നമുക്ക് പണിയില്ലേ, നമ്മൾ അറിഞ്ഞ പോരെ, എല്ലാവരോടും പറയണോ? അല്ല, അങ്ങനല്ല. പിന്നെ ഇതിപ്പോ 24 മണിക്കൂർ ഇരുന്ന് സീരിയൽ കാണുവാന്ന് പറഞ്ഞു. ഇത് തന്ത്രമാ, അറിയാമല്ലോ. വയസ്സാം കാലത്ത് ചില ആൾക്കാർക്ക് ചെറുപ്പക്കാരെ സ്വഭാവം വരും. എടുക്കരുതേ. മിമിക്രി ക്ലച്ച് പിടിക്കുന്നത് നോക്കിയപ്പം ഗ്രൂമറായിട്ട് അങ്ങ് മാറി. തീർച്ചയായിട്ടും അങ്ങനെയാണോ സംഭവിച്ചത്? ഉറപ്പായിട്ടും ഇതിന്റെ കൂടെ പിടിച്ചിരിക്കൂ. കാരണം അതുകൊണ്ട് ഇപ്പം ഇവരുടെ മുമ്പിൽ ഒരു കോമഡി പോലും നമ്മൾ പറയത്തില്ല. ഇതുപോലെ ഒരു ബുദ്ധിമാൻ ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ നസീർ സംക്രാന്തി. തീർച്ചയായിട്ടും. ശരി. കാരണം നമ്മൾ എന്തെങ്കിലും കോമഡി പറഞ്ഞ് ചീഞ്ഞു പോയി കഴിഞ്ഞാൽ ഗ്രൂബർ ഈ പരുവത്തിലുള്ള പറയണം, പിന്നെ എങ്ങനെ പറയും. അതുകൊണ്ട് നമ്മൾ വളരെ തന്ത്രപരമായിട്ട്, പക്ഷെ ഇപ്പൊ ഒരു അഭിമാനം ഉള്ളതെന്ന് പറഞ്ഞാൽ സാറേ, പക്ഷെ തുടരും സിനിമയിൽ അഭിനയിച്ചില്ലേ? അതെ അതെ അതെ, ചെറിയ കാര്യമല്ല. സംഘ മോഹൻലാലിനൂടല്ലേ ചെയ്ത്? ഇപ്പൊ ഒരു അഭിമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറഞ്ഞ ഇപ്പൊ ടെലിവിഷനിലെ നമ്പർ 1 കോമഡി ഷോ ആയ ഐറ്റം വേറെ ഇന്ന് തന്നെ നമ്മുടെ അങ്ങനല്ലേ പറയേണ്ടത്. ടെലിവിഷനിലെ ഏറ്റവും നല്ല കോമഡി ഷോ ആയ ഇത് ഐറ്റം വേറെയുടെ ഗ്രൂമറാണ് ഞാൻ. അല്ല, ആ ഒരു സ്വകാര്യ അഹങ്കാരം ഉണ്ട് തീർച്ചയായിട്ടും. രാജേഷ് ഉണ്ടല്ലോ ഗ്രൂമറായിട്ടല്ലേ? ശരി. രാജേഷ് അതേപോലെ തന്നെ വീട് എവിടെയാ? തിരുവനന്തപുരം പാലോട്. ശരി. ഓക്കെ. അപ്പൊ രാജേഷിന് ഒരു ഐഡിയ കാര്യം, ഈ ഗ്രൂമർ ഒരു വേറൊരു രാജേഷ് ഉണ്ടല്ലോ ഇവിടെ. നമ്മളെല്ലാ പ്രാവശ്യവും അത് രാജേഷ് പാണാവള്ളി. എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ ഓണത്തിന് ഈ പരിപാടി സാറിന്റെ പരിപാടിക്ക് വരും. അപ്പൊ ഇപ്രാവശ്യം ഞങ്ങളുടെ ഐറ്റം വരെയെല്ലാം കുറെ പുതിയ ആർട്ടിസ്റ്റുകളും കൂടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അടുത്ത പ്രാവശ്യം വീണ്ടും ഇതുപോലുള്ള ഞങ്ങൾ വളർത്തിയെടുക്കുന്ന ഞങ്ങളുടെ കുട്ടികൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇവർക്കൊന്നും ചാൻസ് വേണ്ടേ? ഐറ്റം വരെ മാത്രം മതിയോ? അതല്ല, അവര് അപ്പൊ ഈ യൂസഫ് ഈ മത്സര രംഗത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി പുതിയ നമ്പറുകൾ വേണ്ടി വരും. ഇല്ലെങ്കിൽ വനജയുടെ തയ്യക്കട പോലെ തുറക്കേണ്ടി വരും. എന്റെ പൊന്നു സാറേ, ഞാനൊരു ഒറ്റയാനാണ്. ഞാൻ മൈക്കുമായിട്ട് റോട്ടി ഇറങ്ങി അലയണ സാറ് കണ്ടിട്ടില്ലേ? എനിക്ക് യൂട്യൂബ് ഉണ്ട്, ഹരിശ്രീ യൂസഫ് യൂട്യൂബ് ചാനൽ. ഞാനല്ലേ ലൈക്കൊക്കെ തരുന്നത് എപ്പോഴും. ഞാൻ എങ്ങനെ ശ്രദ്ധിക്കും? യൂട്യൂബ് ചാനലുണ്ടെന്ന് ഇപ്പൊ പറഞ്ഞു നന്നായി. ഞാൻ കമന്റ് ഇടും, ലൈക്ക് ഇടും ഒക്കെ. സ്നേഹമുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കും, അയച്ചു കൊടുക്കും, ഇവിടെ കൊടുക്കും, എല്ലാവർക്കും അയച്ചു കൊടുക്കാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട്. നല്ലതായതുകൊണ്ടല്ലേ സാറേ? 10 ലക്ഷം 11 ലക്ഷം പേര് കാണുന്നുണ്ട്. 11 ലക്ഷം പേര് കാണുന്നുണ്ട് ഈ പ്രോഗ്രാം. യൂസഫിന്റെ വേറെ ആളിന്റെയോ? ഈ പ്രോഗ്രാം അല്ലേ, എന്റെ യൂട്യൂബ് പ്രോഗ്രാം. ഒരു കാര്യം ചെയ്യും, ഒറ്റ തവണത്തേക്ക് ഈ പ്രോഗ്രാം എടുത്ത് തന്റെ ഇതിനകത്ത് ഇട്ടുള്ളൂ. ഇത് കോപ്പിറൈറ്റ് കിട്ടും, സാർ തന്നെ കോപ്പിറൈറ്റ് കൊടുക്കും. ഞാൻ കോപ്പിറൈറ്റ് എന്റെ ചാനൽ മുട്ടിക്കാൻ വേണ്ടിയല്ലേ? അല്ലല്ല, ഹരിശ്രീ യൂസഫിന് ഒറ്റ തവണ. ഞാനാ പറയുന്നത്. സാറിനറിയോ ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പോ അറിഞ്ഞു. ഞാൻ ആദ്യമായിട്ട് പ്രധാനമന്ത്രിനെ അനുകരിച്ചത്, അടിപൊളിയായിട്ട് അനുകരിച്ചത് ഞാൻ ഫ്ലവേഴ്സിന് വേണ്ടിയാണ്. ഓർക്കണ്ടോ സാറ്? ഓർത്തു. 3-4 പേര് ഗാർഡൊക്കെ ആയിട്ട് വന്ന് എന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ആദ്യമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴല്ല പല സംഭവത്തിൽ ഇങ്ങനെ ഈ ഇതിന്റെ കാര്യങ്ങൾ, പ്രധാനമന്ത്രിയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഞാൻ ചെയ്ത സംഭവമല്ലേ, അപ്പൊ എനിക്കറിയില്ലായിരുന്നു ഇത് ഈ കോപ്പിറൈറ്റും കാര്യങ്ങളുള്ള കാര്യങ്ങളൊന്നും. പിന്നെ എന്തോ അറിയാവുന്ന അല്ലെന്ന്, ഞാൻ എടുത്തിട്ട് എന്റെ ഫിഗർ അല്ലേ ഞാൻ ചെയ്തല്ലെന്ന് വെച്ചിട്ട് ഞാൻ എടുത്തിട്ട് ഫസ്റ്റ് കോപ്പിറൈറ്റ് ഫ്ലവേഴ്സ് ചെയ്യുന്നു. എന്റെ ചാനൽ പൂട്ടിപ്പോയെന്ന് ആദ്യം കയറിയത്. ആലോചിച്ചേടാ യൂസഫ്, ഈ പ്രോഗ്രാം ഒരു തവണ യൂസഫിന്റെ ഒറ്റ തവണ ഇടാവും. അത് ഞാൻ ഡിലീറ്റ് ആക്കിയേക്കണം. സാറേ, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. പാണാവള്ളി എല്ലാവർക്കും സുഖമാണല്ലോ? എല്ലാവരും സുഖമായിട്ടിരിക്കണം സാറേ. അപ്പൊ രാജേഷ്, എങ്ങനെയുണ്ട് ജീവിതം? നന്നായിട്ട് പോണ്. വിശാലമായ കുറിയൊക്കെ ഉണ്ടല്ലോ. ഗ്രൂമർ അല്ലേ? അതെ അതെ ഐറ്റം വേറെ അങ്ങനെയാണ് പറയണത്. ഓക്കെ. എങ്ങനെയുണ്ട് നമ്മുടെ പിള്ളേർ സെറ്റ്? അടിപൊളിയല്ലേ? നമ്മുടെ വനജയുടെ തയ്യക്കടയൊക്കെ എങ്ങനെ? ഓക്കെ, ഗംഭീരമായിട്ട് പോണു. വനജയുടെ തയ്യക്കട മാത്രമല്ല, കട, എല്ലാ ടീമും അതില് എല്ലാ ടീമും ഒന്നിനൊന്നും മെച്ചോ. എല്ലാം നമ്മുടെ കൊച്ചുകുട്ടികളുണ്ട്, മനോജ് വലഞ്ചുഴി, അതുപോലെ തന്നെ ശ്രീജു, സൂര്യ, മനു. പത്തനംതിട്ടയുടെ ഒരു സംഭവം എന്തറിയോ? ഇവര് ഈ പത്തനാപുരം പോലുള്ള സ്ഥലത്തൊക്കെ വണ്ടി കയറാൻ നിൽക്കുമ്പോൾ ഇവര് ഇങ്ങനെ അങ്ങ് നിൽക്കുക. ഇവര് കൈയും കാലും പൊക്കിയിട്ടില്ല. പക്ഷെ ഇവര് പൊക്കുന്നൊരു സമയം വരും. ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും. തങ്കച്ച വിതിരുന്ന് വരുമ്പോ എങ്ങനെയായിരുന്നു? ഇപ്പഴാ തങ്കച്ച എങ്ങനെയാ?
അല്ല ഈ പത്തനംതിട്ടയുടെ അല്ല നമ്മൾ എടുക്കുന്നത് നമ്മളുടെ സ്കിറ്റിന്റെ ഒരു പ്രമേയത്തിന്റെ ഒരു പുതുമ ഭയങ്കരമായിട്ട് എല്ലാവരും നമ്മുടെ ഷോ കാണുന്ന എല്ലാവരും പറയുന്ന ഒരു പ്രത്യേകതയാണ്. കാരണം എല്ലാ ജോണറിലുള്ള സ്കിറ്റുകളും ഉണ്ട് നമ്മുടെ ഇടയിൽ. അതായത് എല്ലാ പ്രേക്ഷകരും കാണാവുന്ന രീതിയിലുള്ള സ്കിറ്റുകളാണ്. പല ടൈപ്പ് സ്കിറ്റുകളുണ്ട്. ഒന്നുമില്ല. അപ്പൊ സാറ് ഷോ കാണുന്നില്ലേ? ഞാൻ കാണുന്നുണ്ട്, ഇടയ്ക്കൊന്ന് കാണുന്നു. രാജേഷ് ആ പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞോണ്ടല്ലോ, എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോമഡി ആണെന്നുള്ളത്. അപ്പൊ ഇത്രയും നാൾ നടത്തിയതൊന്നും ആർക്കും കാണാൻ പറ്റാത്തതാണ്. അങ്ങനെയല്ല, നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിന്റെ കേൾക്കുന്ന ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഈ പുന്നപ്രഭത്തിനോട് ചോദിച്ചാൽ ചീറ്റി പോകുന്നത്. എന്നോട് ചോദിക്കാൻ പറഞ്ഞ ഇല്ല. ഒരു കാര്യം പറയുമ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഐറ്റം വേറെ എന്ന ഷോയെ കുറിച്ചാണ്. ഇന്നലെ ഇവിടെ സ്റ്റാർ മാജിക് ഉണ്ടായിരുന്നു, വേറെ പല ചാനലിലും പല കോമഡി ഷോ ഉണ്ടായിരുന്നു. ഇന്ന് നിലവിൽ പ്രൈം ടൈമിൽ ഏറ്റവും ഹിറ്റായിരിക്കുന്ന ഷോ അഭിമാന പറയാം, അത് ഐറ്റം വേറെയാണ്. യാതൊരു സംശയമില്ല. ഇത് ഇത്രയും പ്രൗഡിലി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ല ഷോ ആണ്. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, പ്രൗഡിൽ പറയിക്കാൻ വേണ്ടി രാജേഷ് കെട്ടിപ്പിടിക്കണോ? ഓഫർ ഉണ്ട്, എന്നെ വേണം ആലിംഗനം ചെയ്യാം. വേണം ആലിംഗനം ചെയ്യും. അതറിയോ, ഞാൻ ഇറങ്ങി വരാം. എന്നോട് പുന്നപ്രബോധ് പറഞ്ഞേ, അല്ല രാജേഷ് അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഈ പ്രോഗ്രാം മാത്രമാണ് എല്ലാവർക്കും കാണാൻ, അപ്പൊ നമ്മളൊക്കെ നടത്തിയ പ്രോഗ്രാം ആർക്കും കൊള്ളൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ നീ ചോദിക്കാല്ലേ, നിനക്കാണ് വോയിസ് ഉള്ളതെന്ന് പറഞ്ഞു. ഞാൻ വടിയെടുത്ത് അടി. ഒരു കാര്യം കെട്ടിപ്പിടി അടക്കട്ടെ, അതുകൊണ്ടാണ് പറയല്ല. എല്ലാവരും ഒന്ന് കൈ എടുത്തു. മതി രണ്ട് ശത്രുക്കൾ കണ്ടുമുട്ടി. ശത്രുവൊന്നുമില്ല, ഇവൻ എന്റെ മിത്രവാ. മാത്രമല്ല ഒരു കാര്യം, ഒരു വാണിംഗ് തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞ രാജേഷ് പറഞ്ഞറിയോ? നല്ല കാര്യങ്ങൾ പറഞ്ഞോണ്ട് എന്റെ ഇടയിൽ കയറി കോലിടരുത്. എന്നോട് കൂടെ അഭിനയിച്ചാണ്, എന്റെ അച്ഛന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ വീട്ടിൽ വന്ന് അച്ഛന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇവൻ എനിക്ക് പണി മേടിച്ചു തന്നാടാ. രാജേഷിന്റെ ഒരു കവിത, ഒരു ഓണക്കാലമല്ലേ, നെല്ലിക്കാന്നും ഒരു കവിത ഇല്ലേ? ഉണ്ട്. നെല്ലിക്കാന്ന് പറഞ്ഞ എന്റെ കവിതയല്ല, സാറിന് പറയാം, എല്ലാവർക്കും അറിയാം. മുരുകൻ കാട്ടാക്കട സാറിന്റെ കവിതയാണ്. കാട്ടാക്കട പോയി, അത് പോയി, നാട്ടുകാരെ ഏറ്റെടുത്തു. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു 4 വരി ചൊല്ലാം. ആലാപനത്തിലൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടാകും, ക്ഷമിക്കുക. ഓണമല്ലേ, ഒരു അടിച്ചുപൊളിയിലൊക്കെ പോട്ടെ. ഓക്കെ, അപ്പൊ എല്ലാരും ഒന്ന് കൈയടിച്ചേക്കണം. പാട്ടല്ല, കവിതയാണ്. ചിലപ്പോ പറഞ്ഞ് ശീലിച്ചു പോയി സാർ. രാജേഷ് എന്ന് തുടങ്ങിയത് എഴുതേക്കുന്നു തകർക്കും. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ണി, തിന്മകൾക്കു നിറച്ചു വർണ്ണ ചന്തമെന്നുണ്ണി. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി. പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി, ദീപനാളം കണ്ടുപായും പ്രാണികൾ പോലെ ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലെരിഞ്ഞിടലുണ്ണി. താങ്ക് യു. ഇനി നമുക്ക് അടുത്ത കൊല്ലം കാണാം. റെഡി? ഓക്കെ. സ്നേഹ, കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ സ്നേഹയുടെ ജീവിതത്തിൽ സംഭവിച്ച നല്ല കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റിവെച്ചാൽ ഈ കലാപരമായിട്ട് ആലോചിച്ചാൽ എന്താ ഒരു ബ്രേക്ക് ഉണ്ടായത്? ബ്രേക്കോ? ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു പോയെന്നുള്ളതല്ല, അല്ല മനസ്സിലായി അല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞത് ഒരു വെച്ചടി വെച്ചിട്ട് കയറി. ഇപ്പൊ നമ്മുടെ തങ്കച്ചോട് ചോദിച്ചാൽ അറിയാതെ എങ്ങനെയൊക്കെ കയറേണ്ടതെന്നുള്ളത് അല്ലേ? എനിക്ക് തോന്നുന്നു ഒരു 100-110 ക്യാരക്ടർ കണ്ട ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതില് ക്യാരക്ടർ എൻട്രികൾ അങ്ങനെ വെച്ചെന്നുണ്ടെങ്കിൽ ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് അങ്ങനെ കിട്ടാം. കാരണം അത്രയും ക്യാരക്ടർ എൻട്രി ഞാൻ ചെയ്തിട്ടുണ്ട്. തങ്കച്ചൻ അല്ലെങ്കിലും ഗിന്നസ് പേര് വരും. അതെ. അപ്പോൾ അത് ഓരോന്ന് എയറിൽ നിപ്പുണ്ട്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതെടുത്തിടുന്നു, അതിനുള്ള പ്രതിഫലം നമ്മൾ വാങ്ങിച്ചോണ്ടിരിക്കുന്നു വീട്ടിൽ നിന്ന്. അതല്ലേ? അതെ. നല്ല കാര്യം. സ്നേഹയുടെ കാര്യമാണ് ചോദിച്ചത്. ഞാൻ വിചാരിച്ചു തങ്കച്ചൻ ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് പറയാൻ തുടങ്ങിയപ്പോഴേ. അല്ല, അത് ഏറ്റുപിടിക്കേണ്ട വല്ല കാര്യമുണ്ട് തങ്കച്ചൻ? അടുത്തിരിക്കുന്നുണ്ട് ചെറിയൊരു. വേണ്ട ഏറ്റം വന്നാൽ ഇത്ര വരാമോ എന്ന് കവി ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞു സ്നേഹ. അല്ല സാർ, അങ്ങനെ ഒരു ബ്രേക്ക് എന്നുള്ളതല്ല. എൻ്റെ തുടക്കം മുതലേ എനിക്ക് തോന്നിയിട്ടുള്ളത്, എനിക്ക് ഓരോ എപ്പിസോഡുകളും ബ്രേക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഒരേ ക്യാരക്ടർ അല്ലല്ലോ. ഒരു 18 വയസ്സ് മുതൽ ഏതാണ്ട് ഒരു 90 വയസ്സ് വരെയുള്ള ക്യാരക്ടറുകളാണ് ഞാൻ ചെയ്യുന്നത്. ഓരോ എപ്പിസോഡിനും ഓരോ വിഷയമായതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യണത്. അപ്പം ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു കലാകാരി എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഓരോ എപ്പിസോഡും ബ്രേക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ക്യാരക്ടറുകൾക്കും ഭയങ്കരമായിട്ട് ഹൈപ്പ് കിട്ടുന്നുണ്ട്. പല ആൾക്കാരും നല്ലതാന്ന് യൂട്യൂബ് ചാനലിലൂടെ രക്ഷപ്പെടാൻ പറ്റുമോ?
യൂട്യൂബ് ചാനൽ ഉണ്ട്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ എനിക്ക് മറിമായം ചെയ്യാൻ തന്നെയാണ് എനിക്ക്. ഓരോ ദിവസവും നമ്മൾ എക്സൈറ്റഡ് ആണ് എന്താണ് ചെയ്യാൻ പോണെന്നുള്ളത്. എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ഉണ്ട്. ഉറപ്പായിട്ടും ഉണ്ട്. അത് എപ്പോഴും എനിക്ക് തോന്നുന്നു അഭിനയിക്കുന്നവർക്ക് പുതിയ പുതിയ ക്യാരക്ടറുകൾ ചെയ്യാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പൊ ഉണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. ചേച്ചിക്ക് ഉറപ്പായിട്ടും. അപ്പോൾ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില യൂട്യൂബ് ചാനൽ ഇപ്പൊ ഒരു QTV എന്ന് പറഞ്ഞൊരു മ്യൂസിക്കിന്റെ ചാനല് ഉണ്ട്. പക്ഷെ അതുപോലുള്ള ആ മ്യൂസിക് ചാനൽ QTV പോലത്തെ ആ ചാനലൊക്കെ അങ്ങനെയുള്ള നല്ല പ്രോഗ്രാംസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാല് നല്ല ഞാൻ കണ്ടിട്ടുണ്ട്. വിതിരയിലുള്ള ഒരു പയ്യനാണ് തുടങ്ങിയിരിക്കുന്നത്. അയ്യോ ഒരിക്കലല്ലോ ഇവിടെ ഇടയ്ക്കൂടെ അടിച്ച് കയറ്റിയത് കുറച്ചു കാലമായാലോ ബിന്ദുജ കണ്ടിട്ട്. ബിന്ദുജ ഇങ്ങനെ കൂട്ടപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്തൊക്കെയാ ജീവിതത്തിൽ? സാർ എനിക്കൊരു പേരിട്ട് തന്നിട്ടുണ്ടായിരുന്നു, നാദസ്വരം ബിന്ദുജാന്ന്. അതെ, അതിനുശേഷം ഒരു 4 കല്യാണം ഒക്കെ ചെയ്തു ഞാൻ തന്നെ. എന്റെ നാസിക കൊണ്ട് ഞാൻ അതിനുശേഷം 4 കല്യാണമൊക്കെ ചെയ്തു. അങ്ങനൊന്നും ഇല്ലല്ലോ. ഇല്ല, ഒരു കല്യാണം ഒരു മോളും ഉണ്ട്. എവിടെയാ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ലേ? മമ്മൂക്കയുടെ കാരവാനിലൊക്കെ മമ്മൂക്കയുടെ കാരവാനിൽ കയറാൻ അതൊക്കെ വലിയ ഭാഗ്യമല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കയറിക്കോളാൻ പറഞ്ഞോളൂ. അപ്പോൾ ഒരു 4 കല്യാണം ലൈവായിട്ട്. അപ്പൊ സാറ് പറഞ്ഞു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അത്. ഇവിടുന്ന് തന്നെ കോള് വന്നിട്ട് ഞാനൊരു സാറിന്റെ തന്നെ നമ്മുടെ ഒരു ഷോയിൽ ഞാൻ അതെ സാറിനായിരുന്നു കോള് വന്നേ. സാർ എന്നെ വിളിച്ചു, അതെനിക്ക് വലിയ സർപ്രൈസ് ആയിരുന്നു. ഞാനെന്നാ ഈ ഭാര്യ ഒന്നും കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഈ പെൺകുട്ടികളുടെ കാര്യം വന്ന് പെട്ടെന്ന് മറന്നുപോകും. അങ്ങനെ പറ്റിയതാ. ഒരു മാന്യനാവാനുള്ള മാമിനെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. നല്ല സ്നേഹസമ്പന്നയാ. തീർച്ചയായും കണ്ട അവിടെ മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെ ഇവിടുന്ന് കോള് വന്നു. തിരുച്ചിയിലായിരുന്നു. തിരുച്ചിയില് തമിഴ്നാട്ടില് നാദസ്വരം. പ്രത്യേകിച്ച് ഈ താലി കിട്ടുന്ന സമയത്ത് ഈ നാദസ്വരം മുറുക്കണമല്ലോ. ആ മുറുകി വരുന്ന സമയത്തുള്ള ആ സംഭവം ആ പത്തനാപുരം ഒന്ന് വിചാരിക്കട്ടെ, നാദസ്വരം ഇങ്ങനെ വായിക്കാന്നുള്ളത്. റെഡി? കെട്ടിപ്പിടിച്ചു. ഓ, ഇവിടെ കെട്ടിപ്പിടിയുടെ സീസണാന്ന് തോന്നുന്നു. കെട്ടിപ്പിടിയുടെ സീസണാന്ന് തോന്നുന്നു. ഞാൻ വിളിച്ചിറക്കിക്കൊണ്ടാണ്. ഇനിയിപ്പോ നോക്കണ്ട. ക്യാമറമാൻ അങ്ങ് വീണോളൂ, കുഴപ്പമില്ല. ഇത് കണ്ടു കഴിഞ്ഞാൽ പലർക്കും ജോർജ് കല്യാണം കഴിക്കണമെന്ന് വരെ തോന്നിപ്പോവും. ഐറ്റം അല്ലേ? തകിലായിട്ട് ഞാനും പോവാന്ന് പറഞ്ഞ സാറേ. തകില് ഞാനും വായിച്ചരാ. നമുക്ക് ഒന്നിച്ചങ്ങനെ നീങ്ങിയാലോ? വലിയ പരിപാടി യൂസഫിനെ കല്യാണം പോലും വിളിക്കാറില്ല. ഇത് വിട്ടുകളാ. മാത്രമല്ല ഇത് ഞാൻ ഒരു കാര്യം പറയാം. ഒരു വർഷം 365 ദിവസമല്ലേ ഉള്ളൂ. 120 പ്രോഗ്രാം കിട്ടാൻ പോയി. താങ്ക് യു സോ മച്ച് സാർ. ഇതിന്റെ കൂടെ കൂടുതലല്ലെന്ന്. പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, റെഡി. പുള്ളി തകില് വായിക്കാൻ കയറി ഇനി എന്ത് ചെയ്യും? കല്യാണ സമയത്ത് സത്യമാഷ് കോമഡി ഉത്സവത്തിന്റെ ഫ്ലോറിലാണ് ഈ പെർഫോമൻസ് ഒക്കെ ചെയ്യുമ്പോൾ സീമ ചേച്ചിയുടെ ശബ്ദത്തിന് ഡബ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ കോമഡി ഉത്സവത്തിൽ ആദ്യത്തെ പെൺകുട്ടിയായിട്ടാണ് വന്ന് കോമഡി ഉത്സവത്തിൽ. അപ്പൊ സാറ് തന്നെ പറഞ്ഞു വിദേശ രാജ്യങ്ങളൊക്കെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഒരു 15 വട്ടം പുറത്ത് പ്രോഗ്രാം നമ്മുടെ ഈ ഫ്ലോറിൽ തന്നെ പോകാൻ പറ്റും. പല ഷോ
ഷോകളും കോമഡി ഉത്സവത്തിൽ നിന്ന് തന്നെ നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഷോസ് ചേച്ചികൾ എങ്ങനെ ഡീൽ ചെയ്തു? പുറത്താക്കിയവരോടുന്ന്? അല്ല, ഫ്ലവേഴ്സിന്റെ ഷോസ് ആയിരുന്നു കൂടുതലും ഗൾഫ് പ്രോഗ്രാംസ്. ഒന്ന് മാറി രണ്ടാമത്തായി. ജോർജേ, നമ്മൾ ഒരെണ്ണത്തെ തന്നെ കയ്യിരിക്കുമല്ലേ? ഇത് രണ്ടാമത്തെ ആയി. ഇനി ഒരു 10-15 ആവും. ഇപ്രാവശ്യം എത്ര? 120 അല്ലേ? ഞാൻ ഇങ്ങനെയൊക്കെ പ്രയോഗിച്ചാൽ ഈ പത്തനാപുരത്തിന്റെ ജീവിതം തീർച്ചയായിട്ടും. അത് കോമഡി ഉത്സവത്തിന്റെ ആ ഒരു യൂട്യൂബ് കമന്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നാസുരം ചെയ്യുന്ന സമയത്ത് കയ്യിൽ എന്തോ ഒരു ഇൻസ്ട്രുമെന്റും കൂടെ വെച്ചിട്ടാണ് നാസുരം ചെയ്യുന്നത്. അപ്പൊ സാറ് പ്രൂവ് ചെയ്ത് തെളിയിച്ചു എന്നെ ഒന്നും കൂടെ പെർഫോം ചെയ്തു. ഒരു കാര്യം ചെയ്യട്ടെ, അതുപോലെ അതായത് ഏലൂർ ജോർജിന് വീണ് കിട്ടിയ ഒരു അവസരമായിരുന്നു. അദ്ദേഹം താങ്കളുടെ തകിൽ വായിച്ച കൂടെ ഉണ്ടാവും. വേണമെങ്കിൽ തകിലിൽ താങ്കൾക്ക് എത്ര പ്രാഗൽഭ്യമുണ്ടെന്ന് അറിയാൻ വേണ്ടി ഏലൂർ ജോർജ് ഇപ്പോൾ തകിൽ വായിക്കുന്നു. അതിൻ്റെ കൂടെ നാദർശം ലേശം ബേസിൽ ഇട്ടാൽ മതി കേട്ടോ. ഇത് കാര്യം ഞങ്ങൾക്ക് നോ ഓർക്കസ്ട്ര പ്ലീസ്. റെഡി 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 ഓക്കെ. റെഡി. ഇനി ഈ ആദ്യത്തെ പ്രോഗ്രാമിന് ഏലൂർ ജോർജിനെ കൊണ്ടുപോകണേ. ഞാൻ എങ്ങനെ ഇദ്ദേഹത്തെ പുനരധിവസിപ്പിക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും രക്ഷപ്പെട്ടു. പക്ഷേ സത്യസന്ധമായിട്ട് പറയാമെങ്കിൽ ആ കുട്ടി ആദ്യം ഒറ്റയ്ക്ക് ഇതാണ് എനിക്ക് എഫക്ട് ചെയ്യുന്നത്. അതെന്താന്നറിയോ? യൂസഫിന് കൂടെ കൂടാൻ വേണ്ടി. അല്ല, ഞാൻ ജോർജിനെ വിടുന്നില്ല. ജോർജിന് ചേരുമില്ലത്. മോൾ ഒറ്റയ്ക്ക് ചെയ്താൽ പറ്റും. അതാണ് ഭംഗി. ജോർജ് ഈ കലാരംഗത്തോട് മാത്രമല്ല 120 എണ്ണ പറഞ്ഞേക്കുന്നത് കല്യാണം. യൂസഫിന് കിട്ടും. ഞാൻ 120 കല്യാണം ഈ കൊല്ലം. കല്യാണം ഞാൻ കോടൊന്നും അടിച്ച് കല്യാണം മുടങ്ങിയില്ലെങ്കിൽ 120 ചെയ്യും. ഞാൻ ഈ മുഹൂർത്തം കുറിച്ച് കൊടുക്കുമ്പോഴേ ഈ കുട്ടിയെ കൊണ്ട് ചെയ്യിച്ചെങ്കിൽ കുടുംബജീവിതം ധന്യമാവുന്നു പറഞ്ഞാലോ? വേണേ പറഞ്ഞു. അത് വേണേ പറഞ്ഞു. അല്ല ഞാൻ പല നമ്പർ രാജേഷ് ഗ്രൂമറാണ്. ഐറ്റം വേറെ വന്ന് വിട്ടു. ഞാൻ വേറൊരു ഷോയിൽ ഗ്രൂമർ ആയിരുന്നു. ഏത് ഷോ ആയിരുന്നു? ഞാൻ മഴവിൽ മനോരമ ഒരു ചിരി ബമ്പർ ചിരിയുടെ ഗ്രൂമർ ആയിരുന്നു. അപ്പൊ സമയം കൂടെ പറഞ്ഞു. ഓക്കെ. ഐറ്റം വേറെ വന്നതിന് ശേഷം എങ്ങനെയുണ്ട് കാര്യം? ഐറ്റം വേറെ എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു. ഞാൻ ഫ്ലവേഴ്സിൽ മുമ്പ് പല ചാനലിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്ലവേഴ്സിൽ എൻ്റെ ഫസ്റ്റ് ഷോ ആണ് ഐറ്റം വേറെ. പക്ഷേ ദൈവഭാഗ്യം കൊണ്ട് വന്ന് കയറിയത് നല്ല സ്ഥലത്തായിരുന്നു. ഷോ വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കൂടെ എൻ്റെ സഹപ്രവർത്തകർ രാജേട്ടനും ശാസ്ത്രനും ഒരു അനിയനെ പോലെ തന്നെ എന്നെ കൊണ്ടു നടന്ന്. ഇത് കുറച്ച് വിനയം കൂടുതലല്ലേ? ഞാൻ വേണമെങ്കിൽ ഒരു രണ്ടുപേര് പാടാം. പാടിക്കോ. താം തെയ്താരാ തക തെയ്തകതാരാ താം തെയ്താരാ തക തെയ്യത്തിനന്താരാ താം തെയ്താരാ തക തെയ്തകതാരാ താം തെയ്താരാ തക തെയ്യത്തിനന്താരാ അത്തം പൂത്തിറങ്ങി മേലെ ചെമ്മനപ്പൂവിരിപ്പിൽ ചിത്തിര കതിരിൽ കണ്ട് മേലെ ചന്ദിരം പൂക്കും പോലെ താം തെയ്താരാ തക തെയ്തകതാരാ താം തെയ്താരാ തക തെയ്യത്തിനന്താരാ അത്തം പൂത്തിറങ്ങി മേലെ ചെമ്മനപ്പൂവിരിപ്പിൽ ചിത്തിര കതിരിൽ കണ്ട് മേലെ ചന്ദിരം പൂക്കണുണ്ട്. താം തെയ്താരാ തക തെയ്തകതാരാ താം തെയ്താരാ തക തെയ്യത്തിനന്താരാ. ആരെല്ലാം പോകണുണ്ട് നാളെ മാവേലിപ്പാട്ടു പാടാ. ആരെല്ലാം പോകണുണ്ട് നാളെ തുള്ളക്കളം നിറയ്ക്കാം. ആരെല്ലാം പോകണുണ്ട് നാളെ മാവേലിപ്പാട്ടു പാടാ. ആരെല്ലാം പോകണുണ്ട് നാളെ തുള്ളക്കളം നിറയ്ക്കാം. ആരെല്ലാം തുള്ളിയാലും താരാ തുള്ളക്കളം വേണം. തുള്ളക്കളം നിറഞ്ഞാൽ പോരാ തുമ്പക്കുടം നിറയണം. ആരെല്ലാം തുള്ളിയാലും താരാ തുള്ളക്കളം വേണം. തുള്ളക്കളം നിറഞ്ഞാൽ പോരാ തുള്ളക്കളം നിറയണം. താം തെയ്താരാ തക തെയ്തകതാരാ താം തെയ്താരാ തക തെയ്യത്തിനന്താരാ. Thank you.
മിനുവിന്റെ ജാതകത്തിലുള്ള ദോഷം എല്ലാം ഒഴിയും. അതിനെ നമ്മൾ പത്തനാപുരത്തിനെയും കൂടെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ വർഷം മിനുവിന്റെ വർഷമാവും. അറിയോ? അതായത് ഈ ഏറി കയറ്റിയവരെല്ലാം പിൻവാങ്ങും. മിനുവിനെ വെറുത്ത ആൾക്കാരെല്ലാം കിലുക്കത്തിലെ ഇന്നസെന്റിനെ ഓർപ്പിച്ചുകൊണ്ട് മടങ്ങി വരും. എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ആത്മവിശ്വാസത്തോടെ പോവുക. തീർച്ചയായിട്ടും പ്രതിസന്ധിയിൽ തളരാതിരിക്കുക. സാറ് ജോത്സ്യം തുടങ്ങി. അതെ, ഇവിടെ ഒരു ആൾ ഇരിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ പറയാൻ പറ്റിയ ഇന്ന് എനിക്ക് മനസ്സിലായത് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാത്ത ഒരു കച്ചവടമായി ജോത്സ്യം എന്ന് പറയുന്നത്. എന്തോ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട, ഒറ്റ നമുക്ക് നാവിന് തരസ്വതി മതി. അതന്നെ, അത് ഇഷ്ടം പോലെ വിളയാടുന്ന ഒരാളാ. ഏക്കും 4 പേരുടെ കേസ് പറയുമ്പോൾ 3 ഇവര് പറയുന്നത് തുടങ്ങിയോ? ഈ അരിയൊക്കെ അടിച്ചു കൊടുക്കുന്ന ഓരോ ചെറുപ്പക്കാരികളൊക്കെ ചെന്ന് നോക്കുമ്പം നമ്മളെല്ലാവരെയും അങ്ങ് വിശ്വസിക്കും. നമ്മൾ വളരെ സന്തോഷത്തോടെ ചെയ്യുന്നതൊക്കെ നമുക്ക് അവസാനം ഭാര്യയായിട്ട് ഭവിക്കും. അവർ ആലോചിച്ചെടുക്കും, പക്ഷേ പരമേശ്വരൻ പിള്ള അങ്ങനെ ചെയ്തല്ലോ, ആരെങ്കിലും എനിക്കറിയാം. അപ്പൊ ദീപ്തി, നിങ്ങളെല്ലാവരും തിരുവാര കളിക്കുന്നു കേട്ടു. ദീപ്തിയുടെ വീട് എവിടെയാ? എന്റെ വീട് പള്ളുരുത്തിയിലാണ്. ഈ പള്ളുരുത്തിക്കാരെല്ലാം കലാകാരന്മാരാണോ? അതെ. ഐറ്റം വേറെ അല്ലേ? അതെ. എങ്ങനെ പോകുന്നു? ഐറ്റം വേറെ തന്നെ. ഐറ്റം വേറെ സൂപ്പറാണ്. ഇപ്പൊ ഭയങ്കര സന്തോഷമായി. ആ പ്രൊഡ്യൂസർ ഒളിവിൽ പോയെന്ന് പറയുന്നു. അയ്യോ ഇല്ല, അർജുൻ സാർ ഇപ്പൊ ഇവിടെ വന്നേ പിന്നെ പേയ്മെന്റിനും വന്നപ്പോ ഭയങ്കര കുറച്ചുകൂടി സന്തോഷമായി. നമുക്ക് തിരുവാര കളിക്കാന്ന് പറഞ്ഞാരോ? ആരൊക്കെയത്? ദീപ്തി, മീനാക്ഷി, പിന്നാര ദർശിനി, എല്ലാവരും കൂടെ. പെൺകുട്ടികൾ മാത്രമേ ഇറങ്ങാവൂ. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഓണക്കാലം പ്രമാണിച്ച് നമ്മൾ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി കുമാരിമാർ രംഗത്ത്. ശീഘ്രം സാധയി യാമി യാമി ഭൈമി കാമിതം ശീഘ്രം സാധയി ശ്യാമി സാമി സാധീതം മയാ ശീഘ്രം സാധയി ശ്യാമി സാമി സാധീതം മയാ സേവിച്ചു നിൽപ്പൂ ഭീമരാജൻ ചൊല്ലു കേൾപ്പൂ നാമിഹ സേവിച്ചു നിൽപ്പൂ ഭീമരാജൻ ചൊല്ലു കേൾപ്പൂ നീ മതി മോഖി പീഡിപ്പൂ നാമിളകാതെ ഇരിപ്പൂ നീ മതി മോഖി പീഡിപ്പൂ രാപ്പകൽ നാടന്നാലെല്ലാമേ കാൽപരിശ്രമം രാപ്പകൽ നാടന്നാലെല്ലാമേ കാൽപരിശ്രമം. സൂപ്പറായി. സുമിയുടെ വീട് ഇവിടെ ഞാൻ മറന്നുപോയി. പന്തളം നല്ല സ്ഥലമല്ലേ? പിന്നെ നല്ല സ്ഥലമല്ലേ, ഉല്ലാസേട്ടൻ അയ്യപ്പന്റെ നാട്. ഓക്കെ. നമ്മുടെ ഇൻട്രോ പറയുന്ന വിദഗ്ധൻ ആഷ്മിയുടെ പന്തളം. ഓക്കെ. അപ്പൊ സുമി എത്ര വർഷമായി രംഗത്ത് വന്നിട്ട്? ഞാനിപ്പോ കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 4-4.5 വയസ്സ്. എന്റെ വയസ്സോ? എന്റെ കുഞ്ഞിന്റെ പ്രായമാണ് 4.5 വയസ്സ്. 4.5 കൊല്ലമായി. 4.5 കൊല്ലമായി. ഇപ്പൊ എവിടെയുണ്ട് പന്തളത്തുനിന്ന്? ഒന്ന് ജീവ ഓക്കെ, റെഡി. ഇപ്പൊ എവിടെയുണ്ട്? പന്തളത്തല്ല, ഇപ്പൊ നഗരത്തിലോട്ട് താമസം മാറ്റി. ഞാൻ പറയാം സാറേ, ഞാനിപ്പം ഹസ്ബൻഡിന്റെ വീട് ഹരിപ്പാട്. ഹസ്ബൻഡിന്റെ വീട്ടിലല്ലേ? അതാ പറയാൻ വന്നത്. ഹസ്ബൻഡ് എങ്ങനെ ഇരിക്കുന്നു? നന്നായിട്ട് ഇരിക്കാല്ലേ ഹസ്ബൻഡ്? അല്ലേ, നല്ല സപ്പോർട്ടാണ്. ആള് കലാകാരനാണോ? കലാകാരനല്ല, എന്നിരുന്നാലും നല്ല സപ്പോർട്ടാണ്, നല്ല ആസ്വാദകനാണ്. പുറത്ത് പറയാൻ പറ്റുന്ന ജോലി തന്നെയാണോ? സ്പ്രേ പെയിന്റർ ആണ്. സാറിന്റെ BMW എന്തുവാ സാറിന്റെ ബെൻസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടു തന്നാൽ സൈക്കിളിനൊന്നും അടിക്കൂലേ? സൈക്കിളോ? യൂസഫ് കാരുടെ സൈക്കിൾ ഫ്രീ ആയിട്ട് അടിച്ചു. മനോജ് വലഞ്ചുഴി. പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്ഥലമാണ് വലഞ്ചുഴി. എവിടെയായിട്ട് പോകും? അത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിക്ക് വഴി, പാടത്ത് വഴി പോകുന്ന സ്ഥലമാണ്. അല്ലല്ല, പാടം വഴി കൂടുതലാണ്. അല്ല. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പത്തനംതിട്ട ടൗണിൽ നിന്ന് കുറച്ച് കിഴക്കോട്ട് ഒരു 3 കിലോമീറ്റർ മാറിയാണ് വലഞ്ചുഴി എന്ന് പറഞ്ഞ. എനിക്കൊന്ന് മനോജിന്റെ ഗ്രൂപ്പ് അല്ലേ ആദ്യമായിട്ട് 1.5 ലക്ഷം അടിച്ചത് ഐറ്റം? ഞാൻ കണ്ടു ആ എപ്പിസോഡ്. കൊള്ളാമായിരുന്നു. കോമഡി ഉത്സവത്തില് നമ്മുടെ പ്രേംകുമാറേട്ടനെ ഫിഗർ ചെയ്യാൻ വേണ്ടിയാണ് ആദ്യം ഇവിടെ വന്നത്. അങ്ങോട്ട് ഇന്ന് വരെ എനിക്ക് വലിയൊരു ഹൈപ്പ് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. എന്തോ ഇല്ല എനിക്ക് വലിയ സന്തോഷം. കണ്ടോ എപ്പോഴെങ്കിലും? പലപ്പോഴും കണ്ടോണ്ട് ഈ കഴിഞ്ഞിടയ്ക്ക് വിളിക്കുകയും ചെയ്തു. പുള്ളി ഇപ്പോഴാണ് ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴും എന്റെ ഫിഗർ ഒക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ ചോദിച്ചായിരുന്നു. നമ്മൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞിടയ്ക്ക് പുള്ളിയുടെ ഒരു അവാർഡൊക്കെ ഞങ്ങൾക്ക് കിട്ടി ഒരു കരുനാപ്പള്ളി വെച്ച്. പിന്നെ എനിക്ക് വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഐറ്റം വേറെ
ഉത്തർപ്രദേശിന്റെ ഏതോ ഒരു കോണിൽ ചില അമ്മമാരൊക്കെ കാണുന്നുണ്ട്. കാരണം ഞങ്ങള് പമ്പിൽ അല്ല ഞങ്ങൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറിയപ്പോൾ ഒരു ബംഗാളി ഒന്ന് സുമിയോട് ചേച്ചി ഇന്നലെ ഞങ്ങൾ സീറ്റ് കണ്ടായിരുന്നു സുമി ചേച്ചിയുടെ. സുമിക്ക് അവിടെ വരെ ഫാൻസ് ഉണ്ട്. സുമി അത് ഒരു വലിയ അനുഭവമല്ലേ ഇത്? സുമിക്ക് അവര് മാത്രമല്ല, സുമി നല്ലൊരു ആക്ട്രസ് ആട്ടെ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാല് ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന കഥാപാത്രങ്ങൾ എനിക്ക് തോന്നിയിരിക്കുന്നത് ഭയങ്കര ഭയങ്കര നല്ല കോമഡി സ്ഥിരം കാണുന്ന കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളിയാണ്. ഒന്നും അല്ല നിങ്ങൾ കോമഡിയില് അതല്ല, സുമിയെ പ്രശംസിക്കുമ്പോഴും തെസ്നിക്കാനായിട്ടൊരു പണി കൊടുക്കാനാണ് യൂസഫിന്റെ ശ്രമം. ഞാൻ കേട്ടില്ല സത്യം. കേൾക്കണം. പക്ഷേ അങ്ങനെ പറയുന്നതാണ് എന്റെ ഉയർച്ച. ഇവര് ചവിട്ടും തോറും നമ്മൾ കയറി വരും അല്ലേ? പോലീസ് ഓഫീസർ ആയിട്ട് കുട്ടി അഭിനയിച്ചു, നന്നായിട്ട് ചെയ്തു. ഏതിലായിരുന്നു? ധൈര്യമായിട്ട് വേറെ ചാനലിന്റെ പേര് പറയാവുന്നതുകൊണ്ട് അല്ല സാറേ പറയട്ടെ. ഞാനിത് എത്ര നേരമായിട്ട് പറയാം, കഴിഞ്ഞ 9-10 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ഞാൻ മനോരമ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ഞാൻ ഇവിടോട്ട് വന്നു. പക്ഷെ ഇപ്പോഴും ഈ ചെറിയ ചെറിയ ഇന്റർവ്യൂസിന്റെ ഷോർട്സ് ഒക്കെ പോയിട്ട് ഞാനും മനോരമ ചാനലും തമ്മിൽ എന്തോ വലിയ പ്രശ്നമുണ്ട്. ഈ അറിയാൻ നമ്മളോട് ആദ്യം സംസാരിച്ചിട്ട് പരിപാടിയൊക്കെ ഇഷ്ടമാണ്, എന്താ മനോരമയുമായിട്ട് പ്രശ്നം എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഇന്റർവ്യൂസിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ ഷോർട്സ് ആണ്. അതെല്ലാം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. മനോരമയിലാണ് ചേച്ചി ഞാൻ ആ സൈഡ് വേഷം ചെയ്തത്. ഒരു പ്രശ്നമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ സുമിയുടെ ഒരു ഇന്റർവ്യൂ നടത്താം. സുമി മഴവിൽ മനോരമയിൽ ജോലി ചെയ്യുന്ന കാലത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തുറന്ന് പറയൂ. പറയാനുള്ള അതായത് നമ്മൾ ആർട്ടിസ്റ്റുകള് നമ്മളെ എന്താ പറയുന്നത്, ഞങ്ങൾ ആർട്ടിസ്റ്റുകള് നമ്മളെ തന്നെ വിൽക്കുക എന്ന് പറയും. നമ്മളെ ഡിമാൻഡ്. ഞാൻ അങ്ങനെ ഒന്നും പറയരുത്, അതല്ല സാറ് ഉദ്ദേശിച്ചത്. നമ്മള് കലാകാരി തങ്കച്ചൻ ചേട്ടനൊക്കെ നല്ല എന്തോ കയറി നിന്ന സമയത്താണ് അവർ ഏറ്റവും കൂടുതൽ. അല്ല ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല, വേറെ പ്രതലം തെരഞ്ഞെടുത്തേ ഉള്ളൂ. സ്വന്തമായിട്ട് ആൽബം ഒക്കെ അത് നല്ല നല്ല കാര്യമാണ്. ബിഎൻ ചേച്ചി ആയാലും അവരൊക്കെ വേറെ വേറെ ഓരോരോ ആക്ടിങ് ഉണ്ട്. എന്നിരുന്നാലും വേറെ പ്രതലവും കൂടി അവർ തെരഞ്ഞെടുത്തല്ലോ. ഞാൻ എന്ത് പറഞ്ഞോണ്ട് വന്നത്? എന്റെ മീന, നിങ്ങൾ എന്ത് പ്രതലമാണ് തെരഞ്ഞെടുത്തത്? ഏത് പ്രതലം അറിയാമോ? ഞാനൊരു ബിസിനസ് ഞങ്ങൾ 2 ബിസിനസ് മാഗ്നറ്റ്സ് അല്ലേ ഇരിക്കുന്നത്. മൈ ചോയ്സ് ബൈ ബീന ആന്റണി. എന്റെ എനിക്ക് അത് നിന്റെ എന്താ ഓസ്കി. സുമി അത് എല്ലാം തെറ്റിദ്ധാരണ ഒഴിവായല്ലോ. തെറ്റിദ്ധാരണ ഒഴിവായി സാറേ. ഒരു യൂട്യൂബ് ചാനലുകാരന് മഴവിൽ മനോരമയായിട്ട് പ്രശ്നമുണ്ടെന്ന് പറയുന്നത് പ്രശ്നമൊന്നും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല. ഒരു കാര്യം ചെയ്തി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലിങ്ക് വെട്ടി ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക. അതെ, ഞാൻ ആ വന്ന ചാനൽ മറക്കുന്നു, നിന്നടം വാഴ്ത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ലെങ്കിലും ഉണ്ടല്ലോ, ആ നമ്മുടെ ഹസ്ബൻഡ് ഇല്ലേ, ആ പെയിന്റ് ചെയ്യാൻ സാധനം മാറ്റിയിട്ട് കയ്യിൽ കത്തിയും പിടിപ്പിച്ച് വിട്ടേക്ക്. വേറൊരു കാര്യം ചോദിച്ചു, ഈ നമുക്ക് കലാകാരന്മാർക്ക് അങ്ങനെ ഒരു ചാനലിനും പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നമുക്കിപ്പോ എത്ര ചാൻസ് നമുക്ക് പോലും നിൽക്കാൻ പറ്റുന്നില്ല. ഞാനും ഇങ്ങനെ ആലോചിച്ചു. മാത്രമല്ല പിന്നെ ഞാൻ കയറിയ ചാനലിനേക്കാളും കയറാത്ത ചാനലിന്റെ എണ്ണം പറയുന്നതല്ല. അത്രയും കൂടുതൽ. ഓക്കെ മനോജ്, ചാനലുകളെ മത്സരിക്കുന്ന കണ്ടന്റ് മത്സരിച്ചാൽ മതി, ഉള്ളടക്കത്തിൽ മത്സരിച്ചോട്ടെ. ഇത് ഐറ്റം വേറെ. ഇവിടെ കുറച്ചു മുമ്പ് ജോർജ് ഏട്ടൻ ഇവിടെ ഇരുന്നിട്ട് ഇത്രയും നേരം പറയാത്ത പോലെ തെസ്നിക്കാൻ നല്ല അഭിനേതാവാണ്, നല്ല ആക്ട്രസ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇത്രയും നേരം അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ, അല്ല വിസ്കി എന്ന് പറയുന്നത് കേട്ടത്. അതുകൊണ്ടാണ് വേറെ ഒന്നും വിചാരിക്കില്ല. തെസ്നി നല്ല ഒന്നാന്തരം ആർട്ടിസ്റ്റാണ് അല്ലേ? സുരാജ് വെഞ്ഞാറമ്മയുടെ ഭാര്യയായിട്ട് അഭിനയിച്ച സിനിമ ഏതായിരുന്നു? കാരിസൺ. അത് കിടിലല്ലായിരുന്നു? നല്ലതാണ്. സുരാജിനൊരു ഭാഗ്യം കിട്ടി എന്റെ ഭർത്താവായിട്ട് അഭിനയിക്കാൻ അവസരം. പറഞ്ഞു. പിന്നെ ട്രിവാൻഡ്രം ലോഡ്ജ് വൈശാലിയിൽ മറക്കാൻ പറ്റില്ല. അത് പണ്ട്. എത്ര വയസ്സിലാ അത്? അതൊരു 14 വയസ്സായിട്ടുണ്ടോ? മനോജ് വൈശാലിയിൽ 14ാമത്തെ വയസ്സിൽ അഭിനയിച്ചു. ചെറിയ കാര്യമല്ലോ. മനോജ് പറയൂ. മനോജ് ഭയങ്കര സന്തോഷമുണ്ട് സാറേ. എന്ന് പറയും സുമി പല നമ്മൾ കമന്റുകളൊക്കെ വരും, ബാഡ് കമന്റോ. ഇവക്ക് വേറെ വല്ല പണിക്ക് പോകല്ലോ, ഇവിടെ അലപ്പ് നിർത്തല്ലോ എന്നൊക്കെ ചോദിക്കും. നമുക്ക് കമന്റ് വരുന്നുണ്ടല്ലോ, അങ്ങനെ പല ആൾക്കാരും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ ഒരു സത്യം പറഞ്ഞാൽ ഭയങ്കര ജീവനക്കാരിയായിരുന്നു സുമി. ഏത് ബാങ്ക്? ഞാൻ കാനറ ബാങ്കില്. കേരളത്തിലല്ല, കേരളം ഞങ്ങളുടെ പന്തളം ബ്രാഞ്ചില് ബിസിനസ് കറസ്പോണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തത്. നല്ല ജോലിയായിരുന്നു. എന്താ പറയുക, ആർഒന്ന് ഒരു ഇഷ്യൂ വന്നപ്പോ ഞാനായിട്ട് ആ ജോലി വേണ്ടെന്ന് വെച്ചാൽ കമ്മീഷൻ വ്യവസ്ഥയായിരുന്നു സാറേ. എന്താ നബാർഡിന്റെ കീഴിലുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു, കേന്ദ്ര സർക്കാരിന്റെ ആയതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോ അത് സ്ഥിരമായേനെ. അസ്ഥിരപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നല്ലേ? ഞാൻ എന്ത് പറയുന്നത്,
എല്ലാവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ നമ്മുടെ ഈ കുടുംബശ്രീ ചേച്ചിമാര്, തൊഴിലുറപ്പ് ചേച്ചിമാര്, ഇങ്ങനെ പ്രേക്ഷകർ മുഴുവൻ ഇങ്ങനെ കൊണ്ട് സ്നേഹിക്കാൻ തുടങ്ങി. ഈ സ്നേഹമൊക്കെ സുമി എങ്ങനെ താങ്ങും? ഞങ്ങൾ ചോദിക്കാറുണ്ട് അത് താങ്ങാൻ വലിയൊരു മനസ്സ് കരുത്തുണ്ടോ? മനസ്സുണ്ടല്ലോ. ഓക്കെ, അതാണ് മനോജ് വേണ്ടത്. ഈ പറഞ്ഞ പോലെ നാളെ- മീനയൊക്കെ തന്നെ എത്രയോ ടെലിവിഷൻ സീരിയൽ പ്രേക്ഷകരെ കാണുന്നത്. അപ്പൊ അവരെയൊക്കെ ഇങ്ങനെ അവരുടെ താങ്ങലൊക്കെ സഹിച്ചിങ്ങനെ അല്ലേ? ഏതെല്ലാം രീതി താങ്ങും അവര്. എന്റെ അമ്മ ഭയങ്കര ഫാനാണ് ബീന ചേച്ചിയുടെ, ഉറപ്പായിട്ടും. ആ അമ്മനെ നിനക്ക് ചായ ഈ ഹഗ് ഞാൻ അമ്മയ്ക്ക് വീട്ടിൽ വരുമ്പോ അമ്മയ്ക്ക് ഒരു ഹഗ് കൊടുത്തു. അപ്പൊ മനോജ് പറഞ്ഞു. പിന്നെ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ സുമി ഇത്രയും സ്പീഡിൽ പറഞ്ഞത് അടുത്ത പ്രാവശ്യം സ്കിറ്റിൽ ഇതുപോലെ പറയണം, തെറ്റിക്കാതെന്നൊന്ന് പറയണം. ഓക്കെ അത് വേണം.